22 കോടി ലേലം വിളിച്ച് RTM പൊക്കിയപ്പോ അവൻ ഒറ്റടിക്ക് കൂട്ടി എത്രയെന്ന് 27 കോടി. ഈ IPL ഓപ്ഷനിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമിംഗ് ടീമായിട്ട് വന്നത് ലക്നൗ ആണ്. ചെറുപ്പത്തിൽ WWE കാണുമ്പോ അടുത്തത് ബ്രോക്ക് ലെസ്നർ വരും, അടുത്ത റോമൻ റെയിൻസ് വരും. ആർച്ചർ നിങ്ങളുടെ ക്യാപ്റ്റനെ പറയില്ലേ കാടം വീശി സഞ്ജു പറഞ്ഞു കാടം വീശ RCB കേസ് ഞാൻ വരുമ്പോ പറയാം. RCB ആർക്ക് വേണ്ടിയാ കാത്തിരുന്നു. അടുത്ത ടീം ഏതാ പറയാൻ പോണ? അടുത്ത റേറ്റിംഗ് പറഞ്ഞില്ല. റേറ്റിംഗ് ഇപ്പൊ ഞാന് 8.5. പ്ലസ് മൈനസ് നീ എവിടെ ഇരിക്കും പ്ലസ് മൈനസ് എന്ന് പറയുമ്പോ എനിക്ക് വിക്കറ്റ് കീപ്പിങ്ങിന്റെ കാര്യത്തിൽ എനിക്ക് റിയാൻ ദക്കൽട്ടാണ് എത്രത്തോളം ലൈക്ക് ഫസ്റ്റ് ആയിട്ടാണ് ഇങ്ങനെ ഒരു വിക്കറ്റ് കീപ്പർ ഇന്ത്യയില് ഞാൻ വിചാരിച്ചു. ഇഷാൻ കിഷൻ കഴിഞ്ഞ സീസൺ 15 കോടിക്ക് വിളിച്ച കളിക്കാരനെ 11 കോടിക്ക് പ്രാവശ്യം വിട്ടു കൊടുത്തിട്ടുണ്ട്. ഞാൻ അംബാനി വിളിക്കാത്തപ്പോ തന്നെ ഞാനിപ്പോ കൂട്ടുകാരുടെ ഓപ്ഷൻ കണ്ടു ഇതിപ്പോ അംബാനി പൊക്കും ഇഷാൻ കിഷൻ വന്നാ പിന്നെ താത്തൽ ഉണ്ടാവൂല എന്ന് പറഞ്ഞു. ഇഷാൻ കിഷൻ ആക്ച്വലി മുംബൈയില് വളർന്ന കുഞ്ഞില് മുതൽ അവര് വളർത്തിക്കൊണ്ടുവന്ന പ്ലെയറാണ്. സോ ഞാനും വിക്കറ്റ് കീപ്പിംഗ് അവനെ തന്നെ എക്സ്പെക്ട് ചെയ്തത്. റിയാൻ ദക്കൽട്ടാണ് ഇന്ത്യയില് കളിച്ചിട്ടില്ല. സോ എത്രത്തോളം ആ ഒരു എക്സ്പെരിമെന്റ് സക്സസ്. ഇപ്പൊ ബാക്കപ്പ് ആണെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ ഒരു ബിഹാരി പ്ലെയർ. സോ നമുക്ക് ആ ഒരു പൊസിഷൻ ബോളിങ്ങിന്റെ കാര്യത്തിലൊന്നും എനിക്കൊരു കൺഫ്യൂഷൻ കാര്യങ്ങളൊന്നും ഇല്ല. എനിക്ക് ആ ഒരു വിക്കറ്റ് കീപ്പിങ്ങിന്റെ കാര്യത്തിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ബാക്കി ബാറ്റിംഗ് ആണെങ്കിലും ഓൾറൗണ്ടർ എല്ലാം എനിക്കൊരു അങ്ങനെ തോന്നിയിട്ടില്ല. നെക്സ്റ്റ് ആരതിരിക്കാന്ന് വെച്ചാൽ നെക്സ്റ്റ് നിനക്കപ്പോ സ്പിന്നിംഗ് ഡിപ്പാർട്ട്മെന്റില് കൺസേൺ ഇല്ല എന്നാണ് നീ പറയുന്നത്? സ്പിന്നിങ്ങിൽ എനിക്ക് കൺസേൺ ഇല്ല. ബോളേഴ്സ് ഓവർ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞങ്ങളുടെ ഇതില് മീൻസ് നീ ഇഞ്ചുറി ഒക്കെ വരുമ്പോഴുള്ള ക്വസ്റ്റ്യനേ ഉള്ളൂ. അതുവരെയുള്ള പ്ലേയിങ് 11 പ്ലസ് ഒരു ബാക്കപ്പ് 2-3 പേര് ഈ ടോപ്പിലേക്ക് കണ്ടില്ല. നല്ല പ്ലെയർ ആണ് ഡെഫിനറ്റ്ലി. അപ്പൊ അടുത്തത് സൂപ്പറേ ഡൽഹി പിടിക്കണോ ലക്നൗ പിടിക്കണോ? ലക്നൗ റെക്കോർഡ് ബ്രേക്കേഴ്സ് പ്ലെയർ ഇൻ ദി IPL ഹിസ്റ്ററി ആരാണ്? ഋഷഭ് പന്ത്. അർഹനാണോ അല്ലേ എന്നുള്ളത് പിന്നെ പറയാം. ഞാൻ ഇപ്പൊ പറയും അല്ല. കാരണം ഞാൻ ഈ ഓപ്ഷൻ തുടങ്ങുന്ന സമയത്ത് ഡേറ്റ് ഫിക്സ് ആയ സമയം മുതലേ ഞാൻ പറയുന്നുണ്ട് ഋഷഭ് പന്ത് ആയിരിക്കും ഏറ്റവും കൂടുതൽ മെയിൻ പ്ലേയേഴ്സിനൊക്കെ റിട്ടേൺ ചെയ്തു. പിന്നെ ഈ ഇട്ടതിൽ എന്തായാലും ഒരു ക്യാപ്റ്റൻ മെറ്റീരിയലും വേണം. എല്ലാം കൂടെ ഒരു ഓടിച്ചാടി നടക്കുന്ന ഒരു പ്ലെയർ. ലക്നോ നല്ല ബുദ്ധി ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ സീസൺ. പക്ഷേ ഓപ്ഷനിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിച്ച ഋഷഭ് പന്ത് ലക്നോയിൽ പോകുന്നു? ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എല്ലാരും വിചാരിച്ച പഞ്ചാബ് അല്ലെങ്കിൽ ബാംഗ്ലൂര് അല്ലെങ്കിൽ ഡൽഹി. ചെന്നൈ എനിക്ക് ഉറപ്പായിരുന്നു. ബഡ്ജറ്റ് ഇല്ലാതുകൊണ്ട് ഞാൻ വിചാരിച്ചു പഞ്ചാബ് അല്ലെങ്കിൽ RCB എന്നുള്ള രീതിയിലായിരുന്നു. 22 കോടി ലേലം വിളിച്ച് RTM പൊക്കിയപ്പോ അവൻ ഒറ്റടിക്ക് കൂട്ടി എത്രയെന്ന് 27 കോടി. ഞാൻ ആദ്യം പുള്ളി ഇങ്ങനെയുള്ള കാണിച്ചത്. ഞാൻ 25 എന്നാ വിചാരിച്ചത്. പിന്നെയാണ് 27 കോടി. ഓക്കെ, എന്തുകൊണ്ടും അതിനുള്ള കളിക്കാരൻ ഉണ്ടാന്ന് ചോദിച്ചാൽ ഇന്ത്യൻ കളിക്കാരനാണ്. ബാറ്റ്സ്മാൻ ആണ്, എക്സ്പ്ലോസീവ് ബാറ്റ്സ്മാൻ ആണ്, പ്ലസ് ക്യാപ്റ്റൻസി കഴിവുള്ള ഒരുത്തനാണ്. പക്ഷേ നിക്കോളസ് പൂർണ്ണ ആയിരിക്കുമല്ലേ ക്യാപ്റ്റൻ? എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യൻ പ്ലെയർ ക്യാപ്റ്റൻ ആവാൻ ചാൻസ്. ഒരു കാര്യം ശ്രദ്ധിച്ചാ 2 പ്ലേയേഴ്സിന് വേണ്ടി 60 കോടിയാ, അല്ല 50 കോടി. ഈ ഋഷഭ് പന്തും അല്ല നിക്കോളസ് പൂർണ്ണനും രണ്ടുപേരും കൂടി കഴിഞ്ഞ ഒരു ടീമില് 50 കോടി. അയ്യോ, 21 കോടിക്കുള്ള റിട്ടേൺ ചെയ്തു. 23 കോടിക്ക് 21 കോടിക്ക് റിട്ടേൺ ചെയ്യാൻ മാത്രം ഉണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. എക്സ്പ്ലോസീവ് ബാറ്റ്സ്മാൻ ആണ്. ഡേവിഡ് മില്ലർ. കാരണം നീ പറയുന്നേ നിക്കോളസ് പൂരൻ വിക്കറ്റ് കീപ്പർ അല്ലേ? വിക്കറ്റ് കീപ്പിംഗ് ചെയ്യൂലേ? ഋഷഭ് പന്തോൺ ചെയ്യും. അപ്പൊ നിങ്ങളെ വിക്കറ്റ് കീപ്പിംഗ് ആർക്ക് കൊടുക്കും? ഒന്നും കൂടി ബെറ്റർ ഫീൽഡറാണ്. അപ്പൊ ഋഷഭ് പന്തായിരിക്കും ക്യാപ്റ്റനും കീപ്പറും, അത് ഉറപ്പാണ്. ഈ IPL ഓപ്ഷനിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമിംഗ് ടീമായിട്ട് വന്നത് ലക്നൗ ആണ്. ഓപ്ഷനിൽ ഓൺ പേപ്പറും അടിപൊളി കളിക്കാരെ കിട്ടിയ ഒരു ടീം. ഓപ്പണിംഗ് ആണെങ്കിൽ ഇപ്പൊ ആയുഷ് ബദോനിയും ഒന്നല്ല ഓപ്പണിംഗ് എനിക്ക് നോക്കിക്കോട്ടെ. മിച്ചൽ മാർഷ് ഉണ്ടാവും, എയ്ഡൻ മാക്രം എനിക്ക് തോന്നണത്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിക്കോളസ് പൂർണ്ണം വരും, അത് കഴിഞ്ഞ് ഋഷഭ് പന്ത് വരും, ഡേവിഡ് മില്ലർ വരും. സൺറൈസ് പോലെ തന്നെ മറ്റേ പൊളിച്ചടക്കാനുള്ള പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. LSG ഓക്കെ ടീം. ഞാൻ ഹൈലി റേറ്റഡ് ആണ് ഈ സീസണിൽ. ഓൺ പേപ്പർ അടിപൊളി ടീമാണ്.
പക്ഷെ നീ ഇപ്പൊ ബാറ്റിങ്ങിനെ കുറിച്ചാണ് നമ്മളിങ്ങനെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇപ്പൊ നമ്മള് RCB-യിലെ എത്ര പ്ലെയർ വന്നാലും ഇങ്ങനെ ഒരു ഞാൻ ട്രോള് കേട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം, കളിച്ചാലും തോൽക്കും കളിച്ചില്ലേലും തോൽക്കും. ഇത് എന്ത് ടീമാണ്? അതേപോലെ എനിക്ക് തോന്നിയ ഒരു ടീമും കൂടെയാണ് ഈ LSG-ക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ ഇത്രയും കാലം IPL കളിച്ചിട്ട്? 2 സീസണിൽ കളിച്ചിട്ടുള്ളൂ. പക്ഷെ ഞാൻ പറയട്ടെ, കേരളാവിന് പ്രത്യേകിച്ച് ഒന്നും LSG-ക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയിട്ടില്ല. രാഹുൽ IPL എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഋഷഭ് ഒരു അത്ര ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടില്ല കൺസിസ്റ്റന്റ് ആണ്. നമ്മളെപ്പോഴും പുച്ഛിക്കണം അവന്റെ സ്ട്രൈക്ക് റേറ്റ് അവന് 140 റേഞ്ചിൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ള കളിക്കാരനാണ്. പക്ഷെ പ്രശ്നമുണ്ട്, അവൻ കളിക്കുന്ന എല്ലാ കളിയും ടീം തോക്കാണ്. അതെ, അവൻ അടിച്ചാലും തോക്കണം, അതാണ് വിഷയം. ആക്ച്വലി സ്വന്തം റെക്കോർഡ്സിന് വേണ്ടി കളിക്കുന്ന പോലെയാന്ന് പൊതുവെ ക്യാപ്റ്റൻ മെറ്റീരിയൽ അല്ല. ലക്നൌവിന്റെ ഓണറും ഇതിനു മുമ്പുള്ള ക്യാപ്റ്റൻസ് തമ്മിൽ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ധോനി ലക്നൌ സൂപ്പർ ജയൻസിന്റെ സമയത്ത്, റൈസിംഗ് പുനെ സൂപ്പർ ജയൻസും ധോനിയും ഓണർ തമ്മിൽ വിഷയമുണ്ടായി, KL രാഹുൽ ഓണർ തമ്മിൽ വിഷയമുണ്ടായി. ഇപ്പൊ പിന്നെയും ഒരു കീപ്പർ ക്യാപ്റ്റൻ തന്നെ വന്നേ, കീപ്പർ ബാറ്റ്സ്മാൻ തന്നെ വന്നിരിക്കുന്നത്. പക്ഷെ ഋഷഭ് ഇനി നാളെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുന്നില്ലെന്ന് ആർക്കറിയാം. 5 വർഷം കളിക്കാണ്ട് അതൊക്കെ ആലോചിക്കണം. അല്ല, ഞാൻ ഓൺ പേപ്പറിൽ 3 ഓക്കെ. ഇപ്പൊ നമ്മളിപ്പോ LSG-യിലേക്ക് തിരിച്ചു പോവാ. നമ്മളിപ്പോ 3 കൊല്ലോ 5 കൊല്ലോ ഒക്കെ ഈ സീസൺ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് നീ പറഞ്ഞു സോളിഡ് ആണ്, വെടിക്കെട്ടാണ്. അതില് പ്ലസ് ഇന്ത്യൻ പ്ലേയേഴ്സ് ഉണ്ട്, ആയുഷ് ബഡോണി, അബ്ദുൾ സമദ്, അവരെയൊക്കെ നല്ല രീതിയിൽ എടുത്ത. അബ്ദുൾ സമദ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റും ഇവര് ഇന്ത്യൻ ഫോക്കസ്ഡ് ആണ്. ആകാശ് ദീപ്, ഓൾമോസ്റ്റ് എല്ലാം ഇന്ത്യൻ പ്ലേയേഴ്സ് എല്ലാം കവർ ചെയ്ത് കളിക്കാരാണ്. പഞ്ചാബിന്റെ പോലെ തന്നെയാണ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി തോന്നിയത് LSG-യുടെ ഇന്ത്യൻ പ്ലേയേഴ്സിനാണ് കുറച്ചും കൂടി മുൻഗണന. ആവേശക്കാരുണ്ട്, ആകാശ് ദീപുണ്ട്, റീറ്റേൺ ചെയ്തെന്ന് മയങ്ക് ഉണ്ട്, മറ്റേ ഫാസ്റ്റ് ബോളർ. പക്ഷേ ഇപ്പോ ഒരു ഡെത്ത് ഓവർ ചോദിക്കാൻ തന്നെ ഒരു ഡെത്ത് ഓവർ സെനിയോറിയോ വന്ന് ഒരു സ്ട്രൈക്ക് ബോളറിനെ വേണമെന്ന് പറഞ്ഞാൽ LSG ആർക്ക് പോകും? എനിക്ക് മോസിൻ ഖാൻ അടിപൊളി ഓപ്ഷൻ ആണ്. ആവേശ് ഖാൻ ഡെത്ത് ബോളർ ആണ്. സ്പിന്നർ ഉണ്ടോ? സ്പിന്നർ രവി ബിഷ്ണോയ് നല്ല സ്പിന്നറാണ്, നല്ല ക്യാപ്റ്റൻ ആണ്. സപ്പോർട്ടിന് ഷഹബാസ് അഹമ്മദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, നല്ല ഫീൽഡർ ആണ് ഉദ്ദേശിച്ചത്. ബിഷ്ണോയ് ആസ് എ ക്യാപ്റ്റൻ. അല്ല, അതുണ്ട്. ഷമാർ ജോസഫ് ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് നല്ല പ്ലെയർ ആണോ? ഷമാർ ജോസഫിന്റെ കളിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. വെസ്റ്റ് ഇൻഡീസ് ബോളറാണ്, എനിക്ക് ഇഷ്ടമാണ്. കുഴപ്പമില്ല. ഈ ഓൺ പേപ്പർ ഗുഡ് ആണ്. ഞാനൊരു 10 out of 9 ഏറ്റവും കൂടുതൽ എനിക്ക് ഓക്കെ തോന്നിയ ടീം LSG ആണ്. 10 out of 9. പ്ലസ് മൈനസ് എന്തായിരിക്കും? പ്ലസ് ഓൾറെഡി ഇപ്പൊ നീ പറയാൻ പോണ ഭയങ്കര ബാലൻസ്ഡ് ആണ്. ബാറ്റിംഗ് ആണെങ്കിലും ബോളിംഗ് ആണെങ്കിലും ഭയങ്കര ബാലൻസ്ഡ് ആണ്. മൈനസ് കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഇത് എങ്ങനെ മൈനസ് എന്ന് പറയാൻ പറ്റില്ല. ഇവരൊക്കെ വന്ന് കളിക്കോ, ഇവര് കളിച്ചോടത്തോളം എവിടെ എത്താത്തൊരു ടീമാണ് LSG. അതെ, ഇവര് ഗ്രൗണ്ടിൽ കളിക്കണം. പഞ്ചാബ് RCB അപ്പോ അതെ, 2017 കളിച്ചിട്ടില്ല. ശരിയല്ലേ? പഞ്ചാബൊക്കെ എന്തോരം കൊണ്ട് പൈസ ഇറക്കി. ഫസ്റ്റ് സീസണിൽ എനിക്ക് തോന്നുന്നു മറ്റേ ക്വാളിഫൈ സെമി. സോ ലക്നൗ കഴിഞ്ഞ് ഇനിയിപ്പോ അടുത്തത് കൊൽക്കത്ത വേണോ, RCB വേണോ, രാജസ്ഥാൻ വേണോ? RCB പവർ എവിടെ കിട്ടും? സൂപ്പർ പവർ പറഞ്ഞു നീ കിട്ടും പവർ. ഈ സാല കപ്പ് നമ്മുടെ അല്ല, അങ്ങനെ പറയരുത്. ഒരു ഹോപ്പ് വേണ്ടേ? ഇല്ല, ഞാൻ പറഞ്ഞു വരട്ടെ. RCB ഓപ്ഷൻ ഡേ, ഫസ്റ്റ് ഡേ 1 ഓപ്ഷൻ കണ്ടോണ്ടിരുന്നപ്പോ ഈ പറഞ്ഞ പോലെ RCB-നെ സംബന്ധിച്ച് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് KL രാഹുൽ പോയി, ഋഷഭ് പന്ത് പോയി, ചഹൽ പോയി, ഹർഷദീപ് സിംഗ് പോയി, അയ്യര് പോയി. ഇവരാരെയും വിളിക്കണില്ല. അപ്പൊ ഞാൻ നമ്മ ചെറുപ്പത്തിൽ WWE കാണുമ്പോ അടുത്തത് ബ്രോക്ക് ലെസ്നർ വരും, അടുത്തത് റോമൻ റെയിൻസ് വരും. അപ്പൊ ഞാൻ വിചാരിക്കണെന്ന് അതിന് കുറെ ട്രോളിംഗ് ഉണ്ട്. ഇവര് കാശ് കൂട്ടി വെച്ചേക്കണ ക്രിസ്ത്യാനോ റൊണാൾഡോനെ മെസ്സിനെ സൈൻ ചെയ്യാൻ വേണ്ടിയാണ്. അവര് ഡേ 2 ഇറങ്ങുന്നുണ്ട്. എന്താ ഉദ്ദേശിക്കുന്നത്? സത്യം പറഞ്ഞാൽ ഡേ 1 അത്ര ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു RCB-യുടെ ഓപ്ഷൻ ഡേ 1 കണ്ടു കഴിഞ്ഞപ്പോ. കാരണം ആരെയും സൈൻ ചെയ്തിട്ടില്ല. അപ്പാടെ ഫിൽസോൾട്ടിനെ സൈൻ ചെയ്ത്, ഹേസൽവുഡിനെ, ലിയാം ലിങ്സ്റ്റൺ. ഇന്ത്യൻ പ്ലേയേഴ്സ് ആരും വന്നിട്ടില്ല, ഒരു ബാലൻസും ഇല്ല. എനിക്ക് ഭയങ്കര വിഷമമായി പോയത് 14 കോടി വന്നിട്ട് പോലും KL രാഹുലിനെ വിളിച്ചില്ല, നോക്കിയില്ല. ചഹലിനൊന്നും ട്രൈ ചെയ്ത പോലും ഇല്ല. സിറാജിനെ ട്രൈ ചെയ്തില്ല. 12 കോടിക്കൊക്കെ സിറാജിനൊക്കെ തിരിച്ചെടുക്കാൻ ഹാങ് ഓവർ ആയിട്ട് ഇരിക്കണായിരുന്നു തോന്നുന്നു. ഓണേഴ്സ് ഇങ്ങനെ ഒന്നുമില്ലല്ലോ, പിക്ചറിലേ ഇല്ല. കാരണം വെറുതെ പൊക്കിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറയാനുള്ള രീതിയിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഡേ 1 ഓപ്ഷൻ കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ ഹ്യൂജ്ലി ഡിസപ്പോയിന്റഡ് ആയിരുന്നു. കാരണം
ഇവര് ആരെയും സൈൻ ചെയ്യണില്ല. മറ്റേ ട്രോളി കാണുന്ന പോലെ ക്രിസ്ത്യാനോ റൊണാൾഡോ, മെസ്സി, ബ്രോക്ക് ലെസ്നർ, ജോൺസിനെ വരുന്ന രീതിയിൽ കാത്തിരിക്കുന്നത്. പക്ഷേ ഡേ 2 വന്നു കഴിഞ്ഞാൽ ആക്ച്വലി RCB സർപ്രൈസ് ചെയ്ത്. സാധാരണ എല്ലാ കൊല്ലം പോലെ സൂപ്പർ സ്റ്റാർ പ്ലേയേഴ്സിനും സൂപ്പർ സ്റ്റാർ സൈനിക്സിനും പോകുന്നതിന് പകരമായിട്ട് അവർ കുറച്ചും കൂടി എന്താ പറയുക, ചെന്നൈ ചെയ്യണ പോലെ തന്നെ ഓവർ എക്സ്പെൻസീവ് അല്ലാണ്ട് കുറച്ച് ബാലൻസ്ഡ് ആയിട്ട് കളിക്കാരെ സൈൻ ചെയ്തു. മിഡിൽ ഓർഡറിനും മണി പ്രഷർ ഇല്ലാണ്ട് എക്സ്പെക്ടേഷൻസ് കുറച്ച് ഈ പറഞ്ഞതുപോലെ എന്താ പറയാ, ഇതാണ് ഞങ്ങളുടെ ടീം ഇങ്ങനെ ഇരിക്കുന്ന രീതിയിൽ അവർക്കൊരു പ്ലാൻ ഉണ്ടായി. പക്ഷേ ഞാൻ പറയട്ടെ, ഇപ്പൊ ചെന്നൈ ഒരു നല്ലൊരു 3-4 റിട്ടൻഷൻ വെച്ചിട്ടാണ് ബാക്കി കുറച്ച് ന്യൂ പ്ലേയേഴ്സിന് ഇതൊക്കെ ആഡ് ചെയ്തത്. RCBയുടെ കാര്യത്തിൽ അങ്ങനെ റിട്ടൻഷൻ നിങ്ങൾ ചെയ്തു നിങ്ങൾ തോന്നുന്നു? ഞാൻ ഏറ്റവും ഡിസപ്പോയിന്റിംഗ് ആയ ഒരു കോറൂല. വിരാട് കോഹ്ലി, രജത് പട്ടിദാർ ഇപ്പൊ വന്നേക്കും. കഴിഞ്ഞ സീസണിൽ വന്ന കളിക്കാരൻ. RCB ഫാൻസ് ആര് സപ്പോർട്ട് ചെയ്യും? കോഹ്ലിനെ മാത്രം. ഞാൻ പറയട്ടെ, ഈ യഷ്ദാൽ ബാക്കി എല്ലാവരെയും പ്രൂവ് ചെയ്യണം. രജത് പട്ടിദാർ കഴിഞ്ഞ പ്രാവശ്യം എടാ ഇതിന്റെ അകത്തൊന്നും എനിക്ക് മനസ്സിലാകണമെങ്കിൽ എന്ന് പറഞ്ഞാൽ RCB മാനേജ്മെന്റ് ഫാൻസിനോട് പറയുന്നതാണ് എക്സ്പെക്ടേഷൻസ് വെക്കണ്ട, കാരണം പുതിയ ടീമാണ്, ഞങ്ങള് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഞാനെന്താ വിചാരിച്ചെന്ന് പറയട്ടെ, ഓപ്ഷനിൽ അവര് സ്പെൻഡ് ചെയ്യാത്തപ്പോ ഇങ്ങനത്തെ ഒരു ട്രോഫി മേടിച്ചിട്ടേ എന്തായാലും കളിച്ചു കേടാൻ പറ്റൂല. അതിന് പൈസ അത് ഞാൻ ഫസ്റ്റ് ഡേ അതായിരുന്നു ഞാൻ പറയട്ടെ, ഫസ്റ്റ് ഡേ വെയിറ്റ് ചെയ്യാന്ന്. ഫസ്റ്റ് ഡേ എല്ലാം നല്ല പ്ലേയേഴ്സും പോയി. അപ്പോഴും അത് കഴിഞ്ഞപ്പോഴാ ട്രോൾ ഇറങ്ങി തുടങ്ങി. ക്രിസ്ത്യാനോ റൊണാൾഡോ, മെസ്സി, ജോൺസീന. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ മറ്റേത് ജോക്കറിന്റെ സാധനം വെച്ചിട്ട് ഉംഗിളി മറ്റേ ജോക്കർ. അപ്പോ ഇതാണ് മനസ്സിലാവുള്ള. പക്ഷെ ഡേ 2 ഞാൻ ഇപ്പൊ കുറച്ച് RCB ഫാൻസിനോട് സംസാരിച്ചപ്പോ അവര് പറഞ്ഞെന്ന് പറഞ്ഞാൽ ആക്ച്വലി തൃപ്തി ഉണ്ടെന്ന് അവർക്ക്. കാരണം മിഡിൽ ഓർഡർ RCB സ്ട്രെങ്തൻ ആക്കിയിട്ടുണ്ട്, ബോളിങ്ങിന് കുറച്ചും കൂടി ഫോക്കസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കൃണാൽ പാണ്ഡ്യയുടെ സൈനിങ്ങും ഒരു എക്സ് ഫാക്ടർ ആയിട്ട് ആൾക്കാർ പറയുന്നുണ്ട്. ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഭുവനേശ്വർ കുമാർ സിറാജിന് പകരം വന്നിട്ടുണ്ട്. ചിന്നസ്വാമിയില് അതൊരു അഡ്വാൻറ്റേജ് ആണ്. സ്വിങ്ങിന് ഈ പറഞ്ഞ പോലെ ഭുവനേശ്വർ കുമാറിന് ഒന്നും കൂടി ബാക്കണം. അതേപോലെ തന്നെ ജോഷ് ഹേസൽവുഡ് ആണെങ്കിലും അങ്ങനെ ഒരു യാഷ്ടായാലും കൂടി വന്ന് ഓക്കെ. പക്ഷേ സ്പിന്നിങ് ഡിപ്പാർട്ട്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ കൃണാൽ പാണ്ഡ്യനെ ഒരു ഒത്തന്റിക് സ്പിന്നറായിട്ട് കണക്കൂട്ടാൻ പറ്റൂല. ബാറ്റിങ്ങിലോട്ട് വന്നു കഴിഞ്ഞാൽ കോഹ്ലിയും സോൾട്ടും ആയിരിക്കും ഓപ്പണിംഗ് എന്തായാലും. അത് കഴിഞ്ഞാൽ രജിത് പടിത്താറും ജിതേഷ് ശർമ്മയും ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ ലിയാം ലിവിങ്സ്റ്റൺ ആണ്. സോ ഈ പറഞ്ഞ പോലെ ബാക്കപ്പ് ഇല്ല. ഞാൻ പറയട്ടെ, കഴിഞ്ഞ പ്രാവശ്യം എന്നാ സംഭവിച്ചു, കഴിഞ്ഞ പ്രാവശ്യം KGF ഉണ്ടായിരുന്നു, കോഹ്ലി, മാക്സ്വെൽ, അപ്പം അതുപോലെ ബാറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഭയങ്കര പ്രതീക്ഷ വെച്ചൊരു KGF അത്ര ഒരു പവറിൽ നിൽക്കുന്ന ഇതാണ്. അപ്പം അന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് യഷ്ദായിൽ മാത്രം നല്ലൊരു ലൈക് ബോളിങ്ങിന് ആരും ഇല്ലായിരുന്നു. സിറാജ് എന്നൊരു ചെണ്ട സമയമായിരുന്നു. ദയാല് ചെണ്ടയായിരുന്നു, വലിയ മെച്ചൊന്നുമില്ലായിരുന്നു. സോ അന്ന് എനിക്ക് തോന്നുന്നു ധോണിയുടെ വിക്കറ്റ് എടുത്തുകൊണ്ടാണ് ഇപ്രാവശ്യം റിട്ടേൺ ചെയ്ത് പോയെന്ന് തോന്നുന്നുണ്ട്. ധോണിനെ പിടിച്ചുകൊണ്ട് തന്നെയുണ്ടല്ലോ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരുന്നത് ഇവരെ ബോളിംഗ് യൂണിറ്റ് ഒന്ന് സ്ട്രോങ് ആക്കിയാല് എന്തേലൊക്കെ ചെയ്യാൻ പറ്റുന്നായിരുന്നു. ഇപ്രാവശ്യം എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ബോളിംഗ് വിരിച്ച് ഫോക്കസ് ചെയ്തപ്പോ ബാറ്റിങ് എല്ലാരും കളഞ്ഞു. ഫാഫിനെങ്കിലും ഒന്ന് റിട്ടേൺ ചെയ്തൊന്ന് എക്സ്പെരിമെന്റ് ചെയ്യാൻ 2 കോടി. ഇപ്പൊ ഇവള് പറഞ്ഞ പോലെ ഫാഫില്ലെങ്കിൽ ഇവർക്ക് അറ്റ്ലീസ്റ്റ് ഡേവിഡ് വാർണറിന് ഒരു ബാക്കപ്പ് ആയിട്ടെങ്കിലും വെക്കായിരുന്നു. കാരണം പക്ഷേ ഏറ്റവും കൂടുതൽ കളിക്കാർ കുറവുള്ള ടീം ഇതാണ്. 22 പേരുള്ളൂ. 22-ൽ 8 പേര് ഫോറിൻ പ്ലേയേഴ്സ്. 20 8 പേര് ഫോറിൻ പ്ലേയേഴ്സ് എടുത്തു. ഫിൽ സോൾട്ട്, ഹേസൽവുഡ്, ലിയാം ലിവിങ്സ്റ്റൺ, പിന്നെ ആരായിരുന്നു, പിന്നെ ടിം ഡേവിഡ്. കളിക്കാൻ സാധ്യതയുള്ളൂ. കളിക്കാൻ പോണ മെയിൻ പ്ലേയേഴ്സ് 4 പേര് ഇത് തന്നെയായിരിക്കും. കാരണം സോൾട്ട് ഓപ്പണിംഗ് ഇറങ്ങും, ലിയാം ലിവിങ്സ്റ്റണും ടിം ഡേവിഡും ഈ പറഞ്ഞ പോലെ മിഡിലായിട്ട് നിൽക്കും, ഹേസൽവുഡ് ബോളറായിട്ട്, പിന്നെ ഭൂവിന്റെ സപ്പോർട്ടിന്. എന്റെ ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഈ സുയേഷ് ശർമ്മ അത്യാവശ്യം നല്ല പ്ലെയർ ആട്ടോ. 260 കോടി ജമ്മു കാശ്മീർ യങ്സ്റ്റർ ആണ്.
നല്ല പേസ് ബോളറാണ്, നല്ല ഹൈലി ടാലന്റഡ് ആണ്. ഈ സുയേഷ് ശർമ്മ നല്ല പ്ലെയർ ആണ്. കഴിഞ്ഞ പ്രാവശ്യം ബോളർമാരുടെ പ്രശ്നം ചിന്നസ്വാമിയിൽ വരുമ്പോ ഈ പറഞ്ഞതുപോലെ ചെറിയ ഗ്രൗണ്ട് എനിക്ക് തോന്നണേ ഇപ്പൊ ചിന്നസ്വാമിയിലെ ഏറ്റവും അഡ്വാൻറ്റേജ് ഉള്ളത് ഭൂവിക്ക് അഡ്വാൻറ്റേജ് ഞാൻ ആക്ച്വലി ചെന്നൈയൊക്കെ എടുക്കുന്ന എക്സ്പെക്ട് ചെയ്ത ഒരു പ്ലെയർ ആയിരുന്നു ഭൂവി. ഭുവനേശ്വർ കുമാർ 100% എനിക്ക് ഉറപ്പായിരുന്നു RCB-യിലോട്ട് പോകും. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു RCB ആരെങ്കിലും സൈൻ ചെയ്യണ്ടേ, 10 കോടിക്ക് മേലിൽ ആരെങ്കിലും സൈൻ ചെയ്യണ്ടേ. ഇത്രയും പേഴ്സിൽ പൈസ വെച്ചിട്ട് ഇവന്മാര് കപ്പ് പിടിക്കാൻ നിൽക്കണെന്നുള്ള ഒരു പ്രതീക്ഷ മാത്രമല്ല. ഇപ്രാവശ്യത്തെ RCB ടീമിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയട്ടെ, ഇവര് തുടക്കത്തിൽ വലിയ പ്രതീക്ഷ കൊടുക്കണില്ല. അതുകൊണ്ട് ഫാൻസിന് അത്രയും നിരാശ കുറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ പിന്നെ ഇങ്ങനെ തോൽക്കുമ്പോ ആൾക്കാർ തളർന്നു പോകുന്ന ഒരു സ്കീം ഉണ്ടല്ലോ, അത് പ്ലസും മൈനസും പറയാം. എന്താണ് പ്ലസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ. പ്ലസ് എക്സ്പെക്ടേഷൻസ് അധികം വെക്കണ്ട. അതവര് ആ ഒരു സാധനം അവര് ഓപ്ഷന്റെ ദിവസം തന്നെ തന്നു, അതൊരു പ്ലസ് ആണ്. പ്ലസ് വേറെ ഈ സാരാക്കപ്പ് നമ്മുടെ പറഞ്ഞ അധികം പേര് പിന്നെ കുറച്ച് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റും കുറച്ച് ആൾക്കാർ. ഞാൻ പറയുകയാണെങ്കിൽ ഇല്ലേ, അവരുടെ പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ ഇപ്രാവശ്യം ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. എപ്പോഴും ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള ടീം ഇപ്രാവശ്യം ബോളിംഗിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. പക്ഷെ മൈനസ് എന്ന് വെച്ചാൽ എക്സ് ഫാക്ടർ കളിക്കാരൻ ഫിൽസോൾട്ട് അല്ലാണ്ട് ലിവിങ്സ്റ്റൺ നമുക്ക് 50-50 ആണ്. ടിം ഡേവിഡ് 50-50. എക്സ് ഫാക്ടർ എന്ന് പറഞ്ഞ ഒരു കളിക്കാരും ഇമ്പാക്ട് പ്ലെയർ ഇല്ല. അതെ, ഫിൽസോൾട്ട് എനിക്കൊരു പ്രതീക്ഷ, ബാക്കിയുള്ള ഒരു കളിക്കാരനും ബിൽ ജാക്സൺ ഉണ്ടെങ്കിൽ ആ ടീം ഒന്നും കൂടി കോഹ്ലിനെ നിങ്ങൾക്ക് ഫുള്ളി അങ്ങ് കൊടുക്കാൻ പറ്റുമോ ഇപ്പത്തെ വിരാട് കോഹ്ലിയുടെ ഫോം വെച്ചിട്ട്? അല്ലെങ്കിൽ ഒരു പ്ലെയറിനെ കൊണ്ട് ടീം ജയിപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിക്കാത്തൊരു അവിടെ തന്നെയാണ് ഞാൻ. എല്ലാരും വേണം, ടീം പെർഫോമൻസ് വേണം. ഞാൻ പറയട്ടെ, ഒരു പ്ലെയറിനെ വെച്ച് കുറെ കേറിപ്പോയ ടീമൊക്കെ ഉണ്ട്. റിങ്കുനെ വെച്ച് KKR കുറെ കളിച്ചിട്ടുണ്ട്. റിങ്കു ഫസ്റ്റ് ആയിട്ട് വന്ന സീസണിൽ അതിപ്പോ മലിംഗേനെ വെച്ച് മുംബൈ കളിച്ചിട്ടുണ്ട്. അപ്പം മെയിൻ പ്ലെയർ ബുംറനെ വെച്ച് മാത്രം മുംബൈക്ക് ജയിക്കാൻ പറ്റും. ഇല്ല, അതേപോലെ തന്നെയാണ് ഇവിടെ. ഇപ്പൊ റിങ്കുടെ കേസ് പറഞ്ഞല്ലേ, ഡി വില്ലിയേഴ്സ് കളിച്ച് RCB എത്ര കളി ജയിച്ചേക്കണ്, പക്ഷെ അതുകൊണ്ട് കാര്യമുണ്ടാ? ഇല്ല. ഇപ്പൊ RCB ഡിവില്ലിയേഴ്സ്, ഈ മാക്സ്വെല് അവരുടെ ലെവലിലുള്ള കളിക്കാർ നല്ലൊരു ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ കുറവ് ശരിക്കും ഉണ്ട്. അങ്ങനെ ആരെങ്കിലും ഒക്കെ ഒന്ന് വിളിച്ചെടുക്കായിരുന്നു ആക്ച്വലി, അല്ലേ? ഈ കുറെ കുട്ടി കുട്ടി പ്ലേയേഴ്സിനെ. സോ RCB-യുടെ കേസ് എടുത്ത് കഴിഞ്ഞാൽ പ്ലസ് ആയിട്ട് ഞാൻ പറയണെങ്കിൽ ഈ പറഞ്ഞ പോലെ സാധാരണക്കാളും മിഡിൽ ഓർഡറിന് കുറച്ചും കൂടി സ്ട്രെങ്ത് കൊടുത്തിട്ടുണ്ട്. ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് എക്സ്പെക്ടേഷൻസ് കുറവാണ്. ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് എല്ലാ കൊല്ലത്തേക്കാളും സ്ട്രെങ്ത് ആക്കിയിട്ടുണ്ട്. മൈനസ് ഒരു നമ്പർ 3 നമ്പർ 4 പ്രോപ്പർ ആയിട്ടുള്ള ഇല്ല ബാറ്റിങ്ങിൽ. ഓപ്പണിംഗ് ഓക്കെ, മിഡിൽ ഓക്കെ, നമ്പർ 3 നമ്പർ 4 പ്രോപ്പർ ഇല്ല. പട്ടിദാറുണ്ട് നമ്പർ 3 ഓക്കെ, പക്ഷേ അവർ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ ഇല്ല മര്യാദക്കുള്ളത്. ലിവിങ്സ്റ്റൺ കളിക്കണം, എക്സ് ഫാക്ടർ ഇല്ല, ടിം ഡേവിഡ് കളിക്കണം. പിന്നെ എനിക്കുള്ള ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ജിതേഷ് ശർമ്മ 11 കോടിയുടെ പ്ലെയർ ഉണ്ടായ കാർത്തികിനെ ഒബ്വിയസ്ലി റീപ്ലേസ്മെന്റ് വേണം, പക്ഷെ 11 കോടിക്ക് അതിലും ഭേദം ഇഷാൻ കിഷൻ എടുക്കായിരുന്നില്ലേ? ഓക്കെ, KL രാഹുൽ എടുക്കായിരുന്നില്ലേ? അത് ഞാൻ ചോദിക്കുന്നുള്ളൂ. RCB എന്തായാലും ഓപ്ഷനിൽ വന്ന് മണ്ടത്തരം കാണിച്ച് പോകുന്ന ടീമാണ്. അത് അവർ ഇപ്രാവശ്യം തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അതില് എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അങ്ങനെ താഴ്ത്തി കെട്ടാൻ പറ്റൂല. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ അവര് കളിച്ചാലാണ്ട് ഇനി അപ് ടു പ്ലേയേഴ്സ് ആണ്. പേപ്പറാണ് ഇപ്പൊ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നത്. കിങ് കോഹ്ലി ഈസ് ബാക്ക്. അവന്റെ ക്യാപ്റ്റൻസി നല്ല ബ്രില്യൻസ് ഒക്കെ വന്ന് ഇനി എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കാണ്ടിരിക്കാം. ഡൽഹി. Fingers crossed for RCB fans. അടുത്ത ടീം പറയൂ. ഷഞ്ജു. അടുത്തത് എന്റെ ഫസ്റ്റ് ടീമായിരുന്നു, എന്റെ പഴയ ടീമായിരുന്നു. പഴയ കാലം ഉണ്ടായിരുന്നു. IPL ഫസ്റ്റ് കപ്പ് അടിച്ച ടീം ഷെയ്ൻ വാണ്ടർ രാജസ്ഥാൻ റോയൽസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണാത്ത ഒരു ടീമും. കാണാത്ത ടീമൊന്നും പറയാൻ പറ്റില്ല, നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ടീം തന്നെ. സെക്കൻഡ് ടീം രാജസ്ഥാനായിരിക്കും. അല്ല, എന്റെ സെക്കൻഡ് ടീമാണ്. സഞ്ജു ഉള്ളത് കൊണ്ടാണ് നമ്മള് മലയാളികൾക്ക് സഞ്ജു എന്ന് പറയുന്നത്. നമുക്ക് പണ്ട് ശ്രീശാന്ത് ഉള്ളപ്പോ അങ്ങനെയല്ലായിരുന്നു. ശ്രീശാന്തിനെ സഞ്ജുവിനൊന്നും കമ്പയർ അല്ലേ? അല്ല, ശ്രീശാന്ത് നല്ലൊരു കരിയറിന്റെ ഒരു പീക്കിൽ നിൽക്കുന്ന സമയത്താണ് ആ ഒരു ഇഷ്യൂസും വന്ന് ഇങ്ങനെ ആയിപ്പോയത്. ശ്രീശാന്തിന്റെ ഇപ്പോഴും എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ബോൾ ഉണ്ട്, ജേക്കാലിസിന് പറഞ്ഞ ഒരു ബോൾ. അതെ, അതിപ്പോ പറയണ്ട, പിന്നെ പറയാം. നീ ഇതിലോട്ടോ. അല്ല, സെക്കൻഡ് ടീം രാജസ്ഥാൻ. നിന്റെ സെക്കൻഡ് ടീം? എന്റെ സെക്കൻഡ് ടീം ഇപ്രാവശ്യം ഞാൻ ലക്നോക്ക് പിടിക്കും തോന്നുന്നു എനിക്ക്. എന്റെ പഞ്ചാബ് ആയിരിക്കും. ഫസ്റ്റ് ടീം SRH ആണല്ലോ. ഓക്കെ, സ്റ്റിൽ സഞ്ജു ഉള്ള സെക്കൻഡ് ടീം രാജസ്ഥാനായിരിക്കും. റീറ്റേൺ ചെയ്തതിൽ നല്ല പ്ലെയർ ജയ്സ്വല്, ഹെറ്റ്മെയർ, സഞ്ജു,
സ്കോർ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സന്ദീപ് ശർമ്മ റിയാൻ ഗുഡാണ്. റിയാൻ റിയാൻ പരാഗ്. പരാഗും കഴിഞ്ഞ സീസൺ നല്ല കളിയായിരുന്നു. റിയാൻ പരാഗ് എനിക്ക് ഇഷ്ടമല്ല. യങ് ടാലന്റഡ് പ്ലെയർ ആണ്. ഇച്ചിരി okay. മറ്റേ കോഹ്ലി സ്റ്റൈൽ കളിക്കാരനാണ്. ഇച്ചിരി ഒരു ശരി, aggressive ആണ്. attitude ഒക്കെ ഉള്ള player ആണ്. attitude, അല്ല, അതിനുള്ളതില്ല. അവൻ പിടിക്കുന്ന കിടിലൻ ക്യാച്ച് ആ, ഇപ്പൊ പിടിക്കൂല. അത് ശരിയാ. റിയാൻ ഭയങ്കര സിമ്പിൾ ആക്കിയിട്ടായിരിക്കും പിടി. ആ, അതെ, അതെ. പൂ പറിക്കുന്ന പോലെ അതെ, അതെ, ഇങ്ങനെ അതെ. പിടിക്കും. നല്ല ഫീൽഡറാണ്. പിന്നുള്ള ജുറലിന് 14 കോടിയായിരുന്നു. അതെ. പക്ഷെ അത് അതിനുള്ള ഞാൻ പ്ലെയർ കഴിഞ്ഞ ഇല്ല. പോഡ്കാസ്റ്റിൽ ഞാൻ പറഞ്ഞായിരുന്നല്ല. അതിന് ഷോട്ട്സ് ഒക്കെ നൈസാണ്. പക്ഷെ 14 കോടിക്കുള്ള പ്ലെയർ ഇല്ല. T20 പ്ലെയർ ആണോന്ന് ചോദിച്ചാല് നമുക്ക് പിന്നെ ഉള്ളത് ബോളറിലോട്ട് വന്ന അല്ല, ആർച്ചർ. നിങ്ങളുടെ ക്യാപ്റ്റനെ പറഞ്ഞില്ലേ കാടം വീശി സഞ്ജു. സഞ്ജു പറഞ്ഞു കാടം വീശ ഗൈസ്. തന്നെ ആൾക്കാര് കൊല്ലൂട്ടാ എടാ, ഇങ്ങനെയൊക്കെ പറഞ്ഞാല്. ഇവൻകാരുടെ എക്സ്കാസ്റ്റിന് ഒരു പേരുണ്ട്. ഇപ്പൊ സഞ്ജുവിനെ കൂടി പറഞ്ഞിട്ടുണ്ട്. ഇവൻ ഈ മണ്ടത്തരം വിളിച്ചു പറയല് മാത്രമേ ഉള്ളൂ തോന്നുന്നില്ല പരിപാടി. അല്ല, ഒരു സെക്കൻഡ് എന്തുണ്ട് നീ സഞ്ജുവിനെ കാടെന്ന് പറഞ്ഞ? 2 കളി സെഞ്ചുറിയാണെങ്കിൽ 2 കളി ഡക്കാണ്. നമ്പാൻ പറ്റുമോ? പിന്നെ എല്ലാ കളിയും 100 അടിക്കുന്ന എല്ലാ കളിയല്ല, കഴിഞ്ഞ കൊല്ലം IPL എടുത്തു. സീസൺ തുടങ്ങിയ സമയത്ത് രാജസ്ഥാൻ ടോപ്പിൽ നിൽക്കണായിരുന്നു, ടേബിൾ ടോപ്പ് ആയിട്ട് നിൽക്കണായിരുന്നു. സീസൺ കഴിഞ്ഞപ്പോ എവിടെ ഇരുന്ന്? എവിടെയായിരുന്നു? അല്ല, അതിന് സഞ്ജുടെ മാത്രം കുറ്റമാണെന്ന് ഞാൻ ഞാൻ പറയട്ടെ, സഞ്ജുടെ ഒരു team മാത്രമൊന്നുമല്ല. താഴെ ഇവന് എല്ലാ കളി 14 കളി വരെ കളിക്കാൻ പറ്റും. എടാ, കോഹ്ലിനെ എന്താ പറയാ, RCB നോക്കണ പോലെ, രോഹിത് ശർമ്മേനെ മുംബൈ നോക്കണ പോലെ. രോഹിത് ശർമ്മ കഴിഞ്ഞ സീസണിൽ എന്താ കാണിച്ചാ? ഞാൻ പറയട്ടെ, അതിനേലും രോഹിത് എത്ര super performance ആണ് രോഹിത് ശർമ്മയും DK തമ്മിൽ കോമ്പറ്റീഷൻ അല്ലായിരുന്നോ? എത്ര ഡക്കാര് കൂടുതൽ എടുക്കുന്നു? അവര് ചെറിയ മാർജിനിലാണ് രോഹിത് ശർമ്മ സെക്കൻഡ് ആയത്. DK 17 ഇവനോട് പറയല്ലോ 3 സംസാരിക്കും. അതെ, അതെ. ഇവൻ ഈ മണ്ടത്തിനോട് പറയണേ. ജോഫ്ര ആർച്ചർ തിരിച്ചു വന്നിട്ടുണ്ട്. കഴിഞ്ഞ പരിക്കല്ലായിരുന്നു, കളിച്ചില്ലായിരുന്നില്ല. എടുത്തെങ്കിലും പരിക്കായി പോയി. പിന്നെ ഫറൂഖി, ഫസൽ ഹക്ക് ഫറൂഖി. ഇവരല്ലേ ചെറിയ പയ്യനെടുത്തവര്? അത് പറയാ. സൂര്യവൻഷി. പിന്നെ അസ്രംഗ, സൂര്യവൻഷി. പിന്നെ മഫാക്ക ടീമാ. മഫാക്ക പണ്ട് മുംബൈയിൽ കളിച്ച കഴിഞ്ഞ സീസൺ. അതും ചെറിയ പിന്നെ ദേശ്പാണ്ഡെ ആ, ചെന്നൈയിലായിരുന്നു. ആ. സ്പിന്നർ കാര്യമായിട്ട് ഇതിനകത്ത് കൊടുത്തിരുന്ന പരാഗ്, നിതീഷ് റാന. വലിയ ഇമ്പാക്ട് സ്പിന്നർ അല്ല. ചഹല് പോയിന്റ് അവര് വിടവുണ്ടാവും. അതുണ്ടാവും. ചഹൽ അശ്വിൻ എന്ന് പറഞ്ഞൊരു കോംബോ ഉണ്ടല്ലോ, ഉണ്ടായിരുന്നു. അതിനെ റീപ്ലേസ് ചെയ്യാനുള്ള സാധനങ്ങൾ നിങ്ങൾ എടുത്തിട്ടുണ്ടോ? തീക്ഷണ, ഹസരംഗ. എനിക്ക് തോന്നുന്നത് ആ 2 സ്പിന്നറാണ് അവർക്കുള്ളൂ. എന്തായാലും ടീമിലുണ്ടാവും. ദേശ്പാണ്ഡെ ദേശ്പാണ്ഡെ സ്പിന്നർ അല്ലല്ലോ. ദേശ്പാണ്ഡെ അതാ പറയാ, സ്പിന്നറിന് ഒരു സ്പിന്നർ ഇവർ രണ്ടുപേരും വിടവുണ്ട്. ഇവർ രണ്ടുപേരും ഉള്ളൂ. അസരങ്ങനെ കൊണ്ട് ഒറ്റക്ക് പക്ഷെ നടക്കോ? ചഹലിന്റെയും അശ്വിന്റെയും അസരങ്ക, ഇമ്പാക്ട് ഉണ്ടാവും. അതുണ്ടാവില്ല തീക്ഷണ ഉണ്ടല്ലോ. തോന്നുന്നു. പക്ഷെ ആ ടീച്ചറുണ്ട് combo okay. ആ പക്ഷെ ഈ combo ഇല്ല. രണ്ടുപേരും ഇത് പറഞ്ഞല്ലോ. ഇല്ല ഇല്ല ആ കോമ്പോ പോലുമില്ല. പിന്നെ അല്ല, വേറൊരു നിതീഷ് പ്രശ്നം റാന. ചോദിക്കട്ടെ? ആ. ബട്ട്ലറിന്റെ വിടവ്. ബട്ട്ലറിനോട് ജയ്സ്വാൾ നികത്തും. ജയ്സ്വാളും സഞ്ജു ആയിരിക്കും അത് ഓപ്പണിംഗ്. ഓപ്പണിംഗ് അല്ലേ? അത് One okay down അല്ല. ആണ്. ബട്ട്ലറിന്റെ ഞാൻ പറയട്ടെ, വിടവ്. കഴിഞ്ഞ സീസണിൽ ജയ്സ്വാലും ബട്ട്ലറും സഞ്ജു ഉണ്ടായി. ആ. അതിന്ന് ഒരാൾ പോയതിനും ഇത് എനിക്ക് തോന്നുന്നു അബ്ദി ഓർഡർ ബാറ്റിംഗ് കൊടുക്കും. ഞാൻ അപ്പഴും അതാ ചോദിക്കുന്നത്, ചോദിക്കുന്നത് ജൂറൽ എങ്ങനെ ബട്ട്ലറിനെ ഇതാവും, റീപ്ലേസ് ആവും? ബട്ട്ലറിന് പറ്റിയൊരു ഓവർസീസ് റീപ്ലേസ്മെന്റ് ഉണ്ടാവും. ജൂറൽ ഇപ്പൊ നിലവിൽ ഇപ്പോഴും ഇന്ത്യൻ പ്ലേയേഴ്സ് ആണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ ഒരു എക്സ് ഫാക്ടർ, ബട്ട്ലറിനെ പോലെ എക്സ് ഫാക്ടർ കൊണ്ടുവരുന്ന ഒരു പ്ലെയർ RR ഉണ്ടാന്ന് ഞാൻ ചോദിക്കണം. ഉള്ള റീറ്റൈൻഡ് അല്ലാണ്ട് വേറെ റീപ്ലേസ്മെന്റ് വന്നിട്ടില്ല. ഇല്ല. ഞാനും അങ്ങിരിക്കുന്നു. ഹെഡ്മേയറിന് പകരം ബട്ട്ലറിനെ റീറ്റെയിൻ ചെയ്താൽ പോലെ ഇരുന്നില്ലേ? ഞാനത് കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ ഞാൻ പറഞ്ഞതല്ലേ. ഞാൻ പറയട്ടെ, ഈ കഴിഞ്ഞ ഓപ്പണിംഗ് എന്ന് പറഞ്ഞത് ബട്ട്ലറും ജയ്സ്വാളുമായിരുന്നു. അപ്പൊ സഞ്ജു വൺ ഡൗൺ ഇപ്പം ഓപ്പണിംഗിലേക്ക് വരുമായിരിക്കും. സഞ്ജു ഓപ്പണിംഗിൽ ഇപ്പൊ സെറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇന്ത്യൻ ടീമിന്റെ ഓപ്പണറാണ്, രണ്ടും ഒരു സ്കോഡിലുള്ളത്. അതെ. അപ്പം എന്തായാലും വൺ ഡൗൺ ആയിരിക്കും ഇവർക്ക് പ്രശ്നം വരാന്ന് എനിക്ക് തോന്നുന്നു. 2 പ്രശ്നമാണ് ഇപ്പൊ. ഒന്ന് നമ്മൾ പറഞ്ഞത്, ഒന്ന് അശ്വിനും ചഹലിനും റീപ്ലേസ് ചെയ്യാൻ ആ ഒരു കോമ്പ് കിട്ടിയിട്ടില്ല. പിന്നെ ബട്ട്ലറിനെ റീപ്ലേസ് ചെയ്തിട്ട് നല്ലൊരു പ്ലെയർ വന്നിട്ടില്ല. പിന്നെ ഉള്ളത് 13 വയസ്സുള്ള വൈഭവ് സൂര്യവൻശി ടീമിൽ എടുത്തിട്ടുണ്ട്. ഉണ്ടാവില്ല, പ്ലെയിനിൽ ഉണ്ടാവില്ല. ബട്ട് 13 വയസ്സുള്ള ആളൊക്കെ എടുക്കാന്ന് പറഞ്ഞാൽ 13 നീ വല്ലട്ട് പറ ഉജിയോണ്ടിരിക്കണേ. അതെ, അതെ. നമ്മള് മിക്കവരും ഇപ്പൊ നീ സ്റ്റേറ്റ് ടീമിൽ കളിക്കില്ലായിരുന്നോ കേരളത്തിന്റെ? കാടം നേരെ വീശി കളിക്കാറ്. ഇവൻ അതല്ല, എങ്ങനെ ഏറി കയറാം അങ്ങനെ ആലോചിക്കുന്നത്. ഇവന് എന്നെ മാത്രം പറയുന്നു ഡോറ. ഇവൻ പിന്നെ അന്ന് മറ്റേ കപ്പൊക്കെ പിടിച്ച് ഇവൻ ആ സമയത്ത് മിസ്റ്റർ ബീൻ കണ്ടോണ്ടിരിക്കുന്നത്. പവർ റേഞ്ചേഴ്സ്. അതെ, അതെ, അതെ. സൂര്യവൻഷി അവര് മറ്റേ സ്ഥലം പറഞ്ഞ ടെസ്റ്റിലെ കാര്യം പറ. ടെസ്റ്റില് ഈ സൂര്യവൻഷിനെ നമുക്ക് അങ്ങനെ അണ്ടർറേറ്റ് ചെയ്യാൻ പറ്റൂല. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ ടെസ്റ്റ്, അതായത് അണ്ടർ-19 ടീമില് 64 ബോളിലങ്ങാണ്ട് 100 അടിച്ചിട്ടുണ്ട്. അതേപോലെ 107 നോട്ട് ഔട്ട് കണ്ടായിരുന്നു അവൻ. ഭീകരനാണ്. ആ കുഞ്ഞു ഏജില് അവൻ ഇതൊക്കെ ചെയ്തില്ലേ, അതുകൊണ്ടായിരിക്കും മേ ബി. ഇപ്പോ രാജസ്ഥാന്റെ കോച്ച് ആരാണ്?
അതാണ് എടാ ഇപ്പൊ സീസൺ ഫുൾ കളി കണ്ട ഒരു കളി കളിച്ചാൽ മതി അതാണ്. ആ ഒരു കളി കളിക്കാൻ ഞാൻ ഒരു ആ, ചോദിക്കട്ടെ, ഇവൻ- മഫാക്കനെ എന്തിനാ നിങ്ങൾ എടുത്തത്? അതൊരു ക്വസ്റ്റ്യൻ അല്ലേ? യങ്സ്റ്റേഴ്സിനെ പൊക്കിക്കൊണ്ടുവരുന്നതിൽ ദ്രാവിഡ് അഗ്രഗണ്യനാണ്. മഫാക്ക 18 വയസ്സുള്ള പ്ലെയർ ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഈ IPL ഇടയിൽ പരീക്ഷ എഴുതാൻ പോയ, സ്കൂളില് ആനുവൽ എക്സാം എഴുതാൻ പോയ പ്ലെയർ ആണ്. അവനെ നിങ്ങൾക്ക് എന്താണ് ഈ കുട്ടികളോട് ഇത്ര താല്പര്യം? കോളേജിൽ അതാണ് ഇവര് പറഞ്ഞത്, ദ്രാവിഡ് കുട്ടികളെയാണ് ഇഷ്ടം. അവരിങ്ങനെ പയ്യെ 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 അതാ ഈ പൊക്കിക്കൊണ്ടുവരണം. കുട്ടികളിൽ നിന്ന് വളർന്നാണ് ഇപ്പൊ ക്യാപ്റ്റനെ നിക്കുന്നത് സഞ്ജു ജയ്സ്വാൾ. ജയ്സ്വാള് പാനിപൂരി വിറ്റോണ്ടിരിക്കുവായിരുന്നു. അല്ലെ, രാജസ്ഥാനാണ് മെയിൻ അവര് ഒരു പ്ലാറ്റ്ഫോം കൊടുത്തത്. അതെ അതെ രാഹുൽ ദ്രാവിഡിനെ വൈഭവ് എന്ന് പറഞ്ഞ അവൻ കളിക്കണമെന്നില്ല. 13-ാം വയസ്സിലൊരു IPL ഞാൻ കളിക്കാന്ന് പറഞ്ഞില്ലേ, പറഞ്ഞാൽ 13 വയസ്സിൽ തന്റെ അടുത്ത് കോടി ഉണ്ടായിരുന്നോ? എത്രയിലും ഉണ്ടായിരുന്ന? ഇപ്പോഴും ഇപ്പോഴും ഇല്ല. 1000 രൂപ തികച്ചെടുക്കാനുണ്ടായിരുന്നോ? എന്റെ അടുത്തുണ്ട്. അറിയില്ല. അത് വാപ്പാടയിൽ ഉണ്ടായാന്നല്ലോ ചോദിച്ചു, നിന്റെ ഉണ്ടായാന്ന് ചോദിച്ചാ. അവൻ നോക്കി എന്റെ അടുത്തുണ്ട്. അത് രണ്ട് വ്യത്യാസമുണ്ട്. ടോപ്പിക് വിടുന്നു. Come to the topic. DC പറയട്ടെ, DC-ലെ മൊട്ടത്തലേനുണ്ടല്ലോ, കണ്ടായിരുന്നോ? ഓപ്ഷൻ എന്താണ് പേര്? പേരെന്ന് പറഞ്ഞോടാ, എല്ലാ കൊല്ലങ്ങളായിട്ട് അവിടെ വന്നിരിക്കണം. അതാണ് അറിയണ്ടത്. കരൺ ഗ്രാന്തി ഗ്രൂപ്പിന്റെ ആകാശ് മധ്വാൾ. ആകാശ് മധ്വാള് ഇവരുടെ മുംബൈയിലെ മെയിൻ ബോളറായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഒരു സമയത്ത് ബുംറക്ക് ഇഞ്ചുറി വന്ന സമയത്ത് ബുംറേന്റെ പൊസിഷനിൽ കളിച്ച പ്ലെയർ ആണ്. മുംബൈ വളർത്തിക്കൊണ്ടുവന്ന പ്ലെയർ ആണ് ആക്ച്വലി മധുവാളിനെ നിങ്ങൾ വിളിച്ചെടുത്തതാണ്. അത്യാവശ്യം 1 കോടി എങ്ങാണ്ട് കൊടുത്തു. ആ, അതുപോലെ ഈ സൂര്യവംശി ഇയാൾ പറഞ്ഞ ചെക്കനുണ്ടല്ലോ, ആ ചെക്കന് 30 lakhs അല്ലായിരുന്നു അതിന്ന്. ഈ DC-യും രാജസ്ഥാനും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചാണ് ആ ഒരു റേറ്റിൽ എത്തിയത്. ബിക്കോസ് ഈ സെഞ്ചുറി കണ്ടിട്ട് തന്നെയാണ്, അല്ലാതെ വേറെ ഈ 13-ാം വയസ്സിൽ അവന് വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ടീം റേറ്റിംഗ് ഒരു 10-ല് 6.5. 6 ഒന്നുമല്ല, 6.5. 7 കൊടുക്കാം. 7 കൊടുക്കാം. 6.5 ആണ് വ്യത്യാസമുള്ള. അപ്പോഴും നമ്മള് മേജർ 2 കാര്യം ഇപ്പോഴും എടുത്ത് പറഞ്ഞു. അശ്വിൻ, ചഹൽ, ബട്ട്ലർ റീപ്ലേസ് വന്നിട്ടില്ല. സോ 6.5. നെക്സ്റ്റ് ടീം പെട്ടെന്നാക്കിയല്ലോ. നിലവിലെ ചാമ്പ്യൻസ്മാരിലോട്ട് പോവാ. നൈറ്റ് റൈഡേഴ്സിനെ കുറിച്ച് പറയൂ. വയലറ്റ് കിട്ടി വന്നേക്കണല്ലേ, വയലറ്റ് വരണോ? കണ്ണിന് വലിയ പ്രശ്നമുള്ള, കണ്ണട മാറ്റിട്ട് സംസാരിക്കും. നീ പറ. കണ്ണടക്ക് ഓൾറെഡി പ്രശ്നക്കാരുള്ള. അതെ, ഓക്കെ. അപ്പം നമ്മുടെ റിട്ടൻഷൻ അറിയാലോ എന്തായാലും. റിങ്കു സിംഗ്, സുനിൽ നരേന്, പിന്നെ റസ്സല്, പിന്നെ ഉണ്ടല്ലോ റമൻദീപ് സിംഗ്, വരുൺ ചക്രവർത്തി, ഹർഷിത് റാണ. കൊറേ ഉണ്ടല്ലോ. മുംബൈ പോലെ തന്നെ കോർ സെറ്റാണ്. ഞാൻ അയ്യരും കൂടെ നിർത്തുന്നായിരുന്നു വിചാരിച്ചിരുന്നത്. ബട്ട് അയ്യരുമായിട്ട് എന്തോ ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് പോയതാണ് ആക്ച്വലി. ഇഷ്യൂ എന്ന് പറഞ്ഞാൽ കാശിന്റെ പ്രശ്നം തന്നെ ഇരുന്ന്. മേ ബി കൂടുതൽ പൈസ ചോദിച്ചു. ഇപ്പൊ കിട്ടുകയും ചെയ്തു പുള്ളിക്ക്. അയ്യര് വിചാരിച്ചതിനേക്കാളും കൂടുതൽ കിട്ടി. ശരി, അത്ര പൈസ ഒന്നും എന്തായാലും കൊൽക്കത്തവിന് വേണ്ടി ചെലവാക്കി. 20 വരെ മുടക്കിയേനെ. വെങ്കടേഷ് അയ്യർ 23.75 കോടിക്കുള്ള കളിക്കാരനാണെന്ന് ഓക്കെ, കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് ചോദിക്കുന്നു. 23.75 ലക്ഷം രൂപക്കുള്ള പ്ലെയർ ഉണ്ടോ വെങ്കടേഷ് അയ്യർ? 100% ഇല്ല. ഞാനതിനെ കുറിച്ച് ഞാനൊരു അഭിപ്രായം പറയാം. ഒരാൾ പറ, നീ പറ. ഒരിക്കലും. കാരണം വെങ്കടേഷ് അയ്യർ എന്ന് വെച്ചാല് ഓക്കെ നല്ല ബാറ്റ്സ്മാൻ ആണ്, ആവറേജ് കളിക്കാരനാണ്. ഇത് ഒരു 8 to 10 കോടി അല്ലാണ്ട് 23.75 കോടിയുടെ കളിക്കാരനാണെന്ന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. 23 കോടി എന്ന് വെച്ചാൽ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. വിരാട് കോഹ്ലിനേലും സൂര്യകുമാർ യാദവിനേലും എല്ലാം കൂടി നല്ല കളിക്കാരനാണെന്നാണ് പറയണ. ഒരിക്കലും കൊൽക്കത്തക്ക് കഴിഞ്ഞ കൊല്ലം കപ്പടിക്കാൻ ഒരു വലിയ പങ്ക് വഹിച്ച പ്ലെയർ അല്ലേ, നല്ല കളിക്കാരനാണ്. കൊൽക്കത്ത ഒരു 24.75 വന്നിട്ട് മിച്ചൽ സ്റ്റാർക്കിന് എടുത്ത്. ആ മിച്ചൽ സ്റ്റാർക്കിന് പോലും പോവാണ്ട് ഇവന് പോയത് സ്റ്റാർക്കിനെയും വെങ്കടേശ്വരെയും കമ്പയർ ചെയ്യാൻ ഇവിടെ പ്രശ്നങ്ങൾ നടക്കും. എനിക്ക് ഒരു കാരണവശാലും ഡിസർവിംഗ് ആണെന്ന് എനിക്ക് തോന്നണില്ല. 23 കോടി. ഓക്കെ, നിന്റെ ഒപ്പീനിയൻ പറഞ്ഞല്ലേ മാഡം പറ. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ വെങ്കടേഷ് അയ്യർ അപ്പൊ ആക്ച്വലി നമ്മളിപ്പം റിട്ടൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ക്യാപ്റ്റൻ എന്ന് പറഞ്ഞൊരു കേക്കുണ്ടോ? ഞാൻ പറയുന്നത് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ ഒരാളില്ല. ക്യാപ്റ്റൻ വേണം നമുക്ക്, നല്ലൊരു മിഡിൽ ഓർഡർ അല്ലെങ്കിൽ ബാറ്റ്സ്മാൻ അങ്ങനത്തെ ഒക്കെ എല്ലാം കൂടി ഒരു ഓൾറൗണ്ടർ പോലത്തെ സെറ്റപ്പ് എല്ലാം കൂടെ നോക്കിയിട്ടായിരിക്കാം മേ ബി വെങ്കടേഷ് അയ്യരെ ഇവര് ഈ ഒരു മീൻസ് എടുക്കാനുള്ള റീസൺ മേ ബി അതാവാം. വെങ്കടേഷ് അയ്യർ പ്രൂവൻ ക്യാപ്റ്റൻ ആണോ? ക്യാപ്റ്റൻ അല്ല, പക്ഷെ ഒരു ഞാൻ പറയട്ടെ, ഇയാളും ഓൾറെഡി KKR ഉള്ള പ്ലെയർ ആണ്. അവരായിട്ടുള്ള ബോണ്ട് അല്ലെങ്കിൽ ട്രസ്റ്റ് അവരുടെ അടുത്ത് കാണിക്കുന്ന പൈസയുടെ കാര്യത്തിന് അത് നമ്മുടെ നമ്മുടെ എക്സ്പെക്ട് തന്നെ ആയിരിക്കണം എന്നില്ല അവര് ഇവനെ കാണുന്നത്. അവര് അവന്റെ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും മേ ബി, അല്ലേ? വിളിച്ചില്ലേ? ഒരാള് മാത്രമല്ലല്ലോ വിളിച്ചത്. എനിക്കൊന്ന് മൂപ്പിച്ചു കൊടുത്തേന്ന് തോന്നുന്നു. ഇവൻ താഴ്ച വിചാരിച്ചു വിൽ ജാക്സിന്റെ കേസില് വെറുതെ RCBക്ക് മറ്റേ RTM പോക്കായിരുന്നു. അതേപോലെ തന്നെ പഞ്ചാബ് ഇതൊരു പ്ലെയറിന് വേണ്ടി വിളിച്ചപ്പോ
വെറുതെ മുംബൈയുടെ കാശേരിക്കൂടെ. അപ്പൊ ഒരു വിൽ ജാക്സൺ വേണ്ടെന്ന് പറഞ്ഞാൽ തിരിച്ചെടുക്കും. പക്ഷെ ആ സമയത്തൊക്കെ മുംബൈക്ക് ചെറിയ പൈസ ഉണ്ടാവില്ല, 10 കോടി 12 കോടി അങ്ങനെ ഒന്ന് 2 കോടിയുടെ വ്യത്യാസം ഇവരുടെയിലും അത്ര തന്നെ ഉണ്ടാവുള്ളൂ RCBയുടെയിലും ആ സമയത്ത്. ഓക്കെ. അപ്പം ഈ വെങ്കിടേഷ് അയ്യർ എന്ന് പറഞ്ഞാൽ അവർക്കൊരു അയ്യർ പോയ സ്ഥലത്തേക്ക് അത്യാവശ്യം നല്ലൊരു കൂറുള്ള അല്ലെങ്കിൽ സിൻസിയർ ആയിട്ട് ഓൾറെഡി KKR അറിയാവുന്ന ഒരു പ്ലെയർ തന്നെ വേണം. കാരണം അവർക്ക് അയ്യരൊക്കെ ആയിട്ട് ഓൾറെഡി അടി ഉണ്ടാക്കി അങ്ങനെയൊക്കെ പോയി അങ്ങനെ ഒരു കാര്യം നടക്കാത്ത രീതിയിൽ, കാരണം ഈ 3 ഇത് കളിക്കാനുള്ളതല്ലേ. സോ അങ്ങനെ ഒരു ട്രസ്റ്റ് വോർത്തി ആയിട്ടുള്ള പ്ലെയറാണ് ആക്ച്വലി വേണ്ടത് ഇവർക്ക് സുനിൽ നരയൻ, റസൽസ്, അങ്ങനെ റിങ്കു, അത്യാവശ്യം നല്ല പ്ലെയേഴ്സ് ഓൾറെഡി ഉണ്ട്. സോ അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് ഇവർക്ക് വേണ്ടത്, ഒരു ക്യാപ്റ്റൻ മെറ്റീരിയൽ ആക്കാൻ പറ്റിയൊരു പ്ലെയർ. ഈ അയ്യരൊന്നും ഓൾറെഡി ഇന്ത്യൻ ക്യാപ്റ്റൻ ആയിട്ട് വന്നോന്നല്ലോ, ഇതേപോലെ ക്യാപ്റ്റൻ ആക്കിക്കൊണ്ടുവന്നല്ലേ. ശ്രേയസ് അയ്യറിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ശ്രേയസ് അയ്യറിനെ ക്യാപ്റ്റനാക്കി മാറ്റിയത് പോണ്ടിങ് ആണ്. പിന്നെ കഴിഞ്ഞ കൊല്ലം ഗംഭീർ ഉണ്ടായിരുന്നു കോച്ചായിട്ട്. ഇത്തവണ ഡ്വൈൻ ബ്രാവോ ആണ് മെന്റോറും കോച്ച്. അപ്പോ അതിന്റെ ഡിഫറൻസ് ഓബിയസ്ലി എന്തായാലും ഉണ്ടാവും. ഒരു റേറ്റിനും പോയില്ലെങ്കിലും അവർക്ക് ഒരു ഇമ്പോർട്ടന്റ് ആൾ തന്നെയാണ് ഈ വെങ്കിടേഷ്. പക്ഷെ പലരും, ഞാനിത് കുറച്ചൊക്കെ ഇങ്ങനെ ജസ്റ്റ് അനലൈസ് ചെയ്തപ്പോ എനിക്ക് തോന്നിയത്, പണ്ട് പവർ റേഞ്ചേഴ്സ് കണ്ട സമയത്ത് പോലെ ക്രിക്കറ്റ് കളിച്ചാടന്നെങ്കിപ്പോ കോടികൾക്ക് വിറ്റുപോയിരുന്നു. അതിന് കഴിവും കൂടെ വേണ്ടേ? കഴിവൊക്കെ ഉണ്ട്. എന്താ പുസ്തകേ എവിടെ പോയാലും ആട്ടല്ല. പിന്നെ നമുക്ക് അറിയാലോ, നമ്മുടെ ഓപ്പൺ ചെയ്യുന്ന എന്തായാലും സുനിൽ നരയനായിരിക്കും. പിന്നെ ഗുർബാസ് ഇറങ്ങൂ എന്നുള്ളത് കൂടുതൽ. പിന്നെ ഗുർബാസ് ഇറങ്ങിയെങ്കിലേ ഉണ്ടാവുള്ളൂ. റിങ്കു ലാസ്റ്റ് മേടിച്ച ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അജിങ്ക്യ രഹാനെയും മനീഷ് പാണ്ഡ്യനെ ഒതുക്കത്തി മേടിച്ചു. ഡിമാൻഡ് കുറവുള്ള സമയത്ത് അവര് ഒരു ബാക്കപ്പ് ഞാൻ പറയട്ടെ, ഈ ഒരു ചെയ്ത വെച്ച കാര്യം RCBക്ക് തോന്നിയില്ലല്ലോ എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കുന്നു. കാരണം ഇവർക്ക് ഇത്രയും നല്ലൊരു കോർ പ്ലേയേഴ്സ് ഉണ്ടായിട്ട് ഇവരൊരു ബാക്കപ്പ് പോലെ ഈ ഒരു കുറഞ്ഞതൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലും RCB ചെയ്തില്ല. പിന്നെ സുനിൽ നരേനും പിന്നെ റസൽസ് ഒക്കെ, സുനിൽ നരേനൊന്നും അവരുടെ കൺട്രിയിൽ പോലും കിട്ടാത്ത വിലയാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത്. അല്ല, വെസ്റ്റ് ഇൻഡീസ് പ്ലേയേഴ്സ് ഈ പറഞ്ഞ പോലെ നാടിന് വേണ്ടി കളിക്കാൻ പോയില്ലെങ്കിലും IPL വേണ്ടി കളിക്കാൻ പറ്റും. കാരണം അവർക്ക് കളിക്കുകയും ചെയ്യും. അവര് റിട്ടൈൻ ചെയ്തതിനുള്ള കൂറ് അവര് കാണിക്കും. അവര് ഏതെങ്കിലും ഒരു പൊസിഷൻ പ്രതീക്ഷിക്കാത്ത വില കിട്ടിയത്. അതുപോലെ വെങ്കിടേഷ് അയ്യര് മറ്റേ ഈ നോക്കൌട്ട് സ്റ്റേജിലൊക്കെ 450 ഒക്കെ ഉണ്ട് കേട്ടോ കഴിഞ്ഞ ഇതില്. അത്ര അങ്ങനെ അണ്ടർ റേറ്റ് ചെയ്യൊന്നും വേണ്ട. അവൻ പറഞ്ഞ കാശിനുള്ള 23.75 അതിനുള്ള പ്ലെയർ ഇല്ല. അത് ഞാൻ ഇപ്പോഴും പറയും. അവന് ഇപ്രാവശ്യം ഓറഞ്ച് ക്യാപ്പ് അടിച്ചാലും ഞാൻ പറയും 23 ആ കോടി കൊടുത്ത് കളിപ്പിക്കേണ്ട കളിക്കാരനല്ലാതെ ഞാൻ പറയും. ധോണിയാണെങ്കിൽ പറഞ്ഞു കേട്ടോ, അത് തെളിയിച്ചിട്ടുണ്ട്. ബാക്കി ഇതിന്റെ ബൗളേഴ്സ് എന്ന് പറയുമ്പോ നമുക്ക് സ്റ്റാർക്ക് പോയ ഒരു വിടവില്ലേ, സ്പെൻസർ ജോൺസൺ വന്നിട്ടുണ്ട്. എൻറിച്ച് നോർട്ടിയോ സ്റ്റാർക്കിന്റെ ഒരു ഇത് ബോളർ, ഫാസ്റ്റ് ബോളർ. ഇപ്പോ ഒരു നോക്കൌട്ട് സ്റ്റേജ് വന്ന് കഴിഞ്ഞ കൊല്ലം സ്റ്റാർക്ക് എറിഞ്ഞിട്ട് പോലെ ഫൈനൽ ആണെങ്കിലും സെമി ആണെങ്കിലും അതേപോലെ ഒരു ഡിപെൻഡന്റ് ആയിട്ട് ഒരു ബോളർ ഉണ്ട് KKR. ഇപ്രാവശ്യം നിങ്ങൾ അവിടെ ഒന്നും എത്തൂല, പ്ലേ ഓഫ് ഒന്നും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അല്ല, സ്റ്റാർക്ക് എറിഞ്ഞിട്ട് ഞാൻ പറയട്ടെ, KKR കഴിഞ്ഞ പ്രാവശ്യം കപ്പ് കിട്ടുമെന്ന് ഇയാൾ വിചാരിച്ചത്. SRHന്റെ പെർഫോമൻസ് അങ്ങനെയല്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. SRHും KKR വിറപ്പിക്കാൻ ഒരു കളിക്കാരനുണ്ടായി, മിച്ചൽ സ്റ്റാർക്ക് എന്ന് പറഞ്ഞ കളിക്കാരൻ. അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് എന്താ പറയാ, ബോൾ ഓഫ് ദ IPL എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ പറയട്ടെ, SRH വേഴ്സസ് KKR ഒരു ഫൈനൽ വന്നപ്പോ ഞാൻ പറയട്ടെ, അന്നത്തെ മെജോറിറ്റി ആൾക്കാരുടെ മനസ്സിൽ SRH ജയിക്കുന്നായിരിക്കും. പോയി കഴിഞ്ഞപ്പോ അവിടെ അവര് തീർന്ന് അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും പോയി കഴിഞ്ഞാൽ കളി തുടങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ എല്ലാവർക്കും സുഖമാണ്. അതിന് മുമ്പുള്ള കാര്യം ഞാൻ ചോദിച്ചത്. മീൻസ് അതിന് മുമ്പ് നമ്മളൊക്കെ വിലയിരുത്തുമ്പോൾ SRHന് കുറച്ചും കൂടെ നല്ല സ്കോഡ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതെ. അല്ല, ഇപ്രാവശ്യം എന്തായാലും പ്ലേ ഓഫ് എത്തൂലെന്നാണ് എന്റെ ഒരു നിഗമനം. നീ ഇപ്പോ കൊൽക്കത്തയുടെ പ്ലസ് മൈനസ് എന്തായിരിക്കും പറയണ? പ്ലസ് ഇതേപോലെ തന്നെ ഒരു എന്താ പറയാ, ഒരു സാറ്റിസ്ഫൈഡ് അല്ല. ആരെങ്കിലും സാറ്റിസ്ഫൈഡ് ആണോ ഈ ഒരു ടീമില്? സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞു. വെങ്കിടേഷ് അയ്യര് കാര്യം ഞാൻ അത്രയും നേരം സംസാരിച്ചത്. അയ്യർക്ക് ഇത്ര അതിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. പിന്നെ ഈ റിട്ടൻഷനും കൊള്ളാം. ഈ വിളിച്ചെടുത്ത് റിട്ടൻഷൻ ഓൾറെഡി നല്ല പ്ലേയേഴ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഡീകോക്കൊക്കെ പെർഫോമൻസിന്റെ കാര്യത്തിൽ എനിക്ക് എത്രത്തോളം ഗുർബാസ് ഇതൊക്കെ ഇതിൽ കുറെയൊക്കെ കണ്ടറിയാം എന്നുള്ളൊരു സ്കീമാണ് എനിക്ക് ഇതിൽ തോന്നിയേക്കുന്നത്.
പിന്നെ മൊയിനലി ലാസ്റ്റ് പിന്നെ ഈ പറഞ്ഞ പോലെ ലാഭത്തിന് വേണ്ടി എടുത്തു. അങ്ങനെ കുറെ എന്താ പറയാ അത്ര മോശമൊന്നുമില്ല. ചെന്നൈക്ക് വേണ്ടി നല്ലൊരു ബാക്കപ്പ് അതൊക്കെ സ്റ്റീലാണ്. ഇതിൽ കുറെ സ്റ്റീലുണ്ട്. അങ്ങനെയാണെങ്കിൽ കൊൽക്കത്ത ഫുൾ ഏകദേശം ആ ഒരു മൂഡ് തന്നെയാണ്. ഈ മാർക്കണ്ടേ നല്ല പ്ലെയർ ആണ്. അതിന്റെ പ്രൈസ് നോക്കി 30 ലക്ഷം. ഇമ്രാൻ മാലിക്കിനൊക്കെ അൺസോൾഡിൽ നിന്ന് തിരിച്ചെടുത്തിട്ട് കൊണ്ടുവന്നാണ്. എനിക്ക് ഡേവിഡ് വാർണർ എടുക്കാതിൽ ഒരു വിഷമമുണ്ട്. എനിക്ക് നല്ല വിഷമമുണ്ട്. അല്ല നമ്മൾ ഇത് പറഞ്ഞു ഓവറോൾ പറഞ്ഞു എങ്ങനെ എത്ര റേറ്റിംഗ് കൊടുക്കാം? എനിക്ക് ഒരു 7, 6.5 ആ ഒരു റേറ്റിംഗ്. 18 കൊൽക്കത്ത 18 ടീമുണ്ട്. ഞാൻ 6, 5 അല്ലേ 6. അതിൽ കൂടുതൽ ഞാൻ കൊടുക്കൂല. ഇനി ഞാൻ പറയട്ടെ ഈ 6 അതേ ഉള്ളൂ. ഞാൻ പറയട്ടെ ഒന്നില്ലെങ്കിൽ ഷാറുഖ് ഖാന്റെ ടീമാണ്. ചോളന്റെ മോളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഓപ്ഷന്. പാർട്ട്നേഴ്സ്. ഞാനൊരു പെണ്ണിനാണ് മനസ്സിലായി. ഡൽഹിയാണോ SRH ആണോ? SRH തുടങ്ങിക്കോ. സോ നെക്സ്റ്റ് ആയിട്ട് ഇനി എന്റെ ടീമിലോട്ട് വരാം. ചക്ക വീണു. സൺറൈസേഴ്സ് ഹൈദരാബാദ്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പിയാണ്, എക്സ്ട്രീംലി ഹാപ്പിയാണ് ഞങ്ങളുടെ ഓപ്ഷൻ വിളിച്ചതിൽ. ഒട്ടൊരിക്കലും വിചാരിച്ചില്ല ഇഷാൻ കിഷൻ SRHലോട്ട് വരുമെന്ന്. ഇഷാൻ കിഷൻ്റെ കേസിന് അപ്പുറം ഭുവനേശ്വർ കുമാറിന് പകരം ഷമി വന്ന് കമ്മിൻസിന് സപ്പോർട്ട് കൊടുക്കാനായിട്ട്. സ്പിന്നിങ് ഡിപ്പാർട്ട്മെന്റ് എടുത്താൽ പോലും ഈ പറഞ്ഞതുപോലെ ആഡം സാംബിയും വന്ന്, അതേപോലെ തന്നെ രാഹുൽ ചഹറും വന്ന്. എനിക്ക് സ്പിന്നിങ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു കൺസേൺ ഉണ്ടായി, അതിന് ബോളേഴ്സായി. മിഡിൽ ഓർഡർ എടുത്തതിനെ ഈ പറഞ്ഞ പോലെ ഹർഷൽ പട്ടേലും വന്ന് ഒരു സപ്പോർട്ടായിട്ട്. പിന്നെ ഓൾറെഡി ഈ പറഞ്ഞ റീറ്റെയിൻ ചെയ്ത നിതീഷ് റെഡ്ഡി ആണെങ്കിലും ഉണ്ട്. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ടീം ഇത്തവണ സൺറൈസേഴ്സ് ആണ്. ഓൾറെഡി ഉണ്ടായ ടീമിലോട്ടാണ് ഇഷാൻ കിഷനെയും കൂടി ആഡ് ചെയ്ത് ഒന്നും കൂടി എന്താ പറയുക ബാറ്റിംഗ് സ്ട്രെങ്ത് ആക്കിയേക്കണം. സോ ഐ എം വെരി ഹാപ്പി വിത്ത് മൈ ടീം. ഈ ക്ലാസ്സിന് 23 കോടി എക്സ്പ്ലോസീവ് ആണ്. അത് തെളിയിച്ചേക്കണല്ലോ. കഴിഞ്ഞ IPL ഒറ്റടിക്ക് തെളിയിച്ചതാണ്. പിന്നെ എല്ലാത്തിലും ബാക്കിയുള്ള നിങ്ങളുടെ എല്ലാ ടീമും എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ ക്യാപ്റ്റൻസ് ആണ്. ഞങ്ങളുടെ നിങ്ങൾക്ക് വേൾഡ് കപ്പ് വിന്നിംഗ് ക്യാപ്റ്റൻ ഉണ്ട്, കമൻസ് ഉണ്ട്. അതിന്റെ അഹങ്കാരം ഞങ്ങൾക്ക് T20 ചാമ്പ്യൻസ് ആരാണ്? കമൻസ് അതിനും പഠിച്ചിട്ടുണ്ടല്ലോ. കറന്റ് ചാമ്പ്യൻസ് നമ്മളല്ലേ? നമ്മുടെ ക്യാപ്റ്റൻസ് ഇന്ത്യൻസ് തന്നെ. അല്ല പുള്ളിയുടെ പവർ നീ അവിടെ വിട്ടോ. കുഴപ്പമില്ല. പുള്ളിയുടെ ഒരു പഞ്ച് നീ കളഞ്ഞി. സച്ചിൻ മലയാളി SRHലോട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. വേറെ മറ്റേ വിഷ്ണു വിനോദൊക്കെ മുംബൈയിലുണ്ട്, മലയാളി ഉണ്ട്. പിന്നെ എന്താ പറയാ, ചെണ്ടാന്ന് പറയുന്ന വേറൊരു പ്ലെയർ ഞങ്ങള് തിരിച്ചെടുത്തിട്ടുണ്ട്. അശോക് ദിന്ദയുടെ അല്ല ജയദേവ് നട്ട്കട്ട്. പക്ഷെ ലാഭമാണ്. 1 കോടി കിട്ടിയേക്കണം, ബേസ് പ്രൈസിനെ കിട്ടിയേക്കണം. സോ അതുകൊണ്ട് അതൊരു സ്റ്റീലായിട്ട് എനിക്ക് തോന്നി. 1 കോടി ഉള്ളൂ. 1 കോടിക്കാ ചെയ്തേ. കാരണം ഇതിനു മുമ്പ് RRലോട്ടൊക്കെ എന്തോ പോയത് 14 കോടിക്കാ. അത്രക്കും ഇതുള്ള പ്ലെയറിന് ഈ പ്രൈസിന് കിട്ടി കഴിഞ്ഞപ്പോ ഒരു നല്ലൊരു അഡീഷൻ ആണ് സ്ക്വാഡിലോട്ട്. പിന്നെ ഇഷാൻ മലിംഗ ഈ പറഞ്ഞതുപോലെ ശ്രീലങ്കയുടെ ഒരു ബോളറാണ്. നമ്മുടെ ലെസ്റ്റ് മലിംഗയുടെ അത്രയില്ലെങ്കിലും എനിവേസ് എക്സ്പെരിമെന്റ് ആണ്. ഇപ്പോൾ മിസ്റ്ററി ആണ്. പക്ഷേ SRH ടീം എടുത്തു കഴിഞ്ഞാൽ ഓപ്പണിംഗ് ആയിക്കോട്ടെ മിഡ് വരെ ഈ പറഞ്ഞതുപോലെ സ്റ്റേബിൾ ആണ്. കമ്മിൻസ് വരെ ബാറ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട്. ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് എടുത്തു കഴിഞ്ഞാലും കമ്മിൻസ് ഉണ്ട്, ഷമി ഉണ്ട്, അതേപോലെ തന്നെ ഇപ്പോൾ സാംബി ആണെങ്കിലും രാഹുൽ ചഹർ ആണെങ്കിലും ഹർഷൽ പട്ടേൽ ആണെങ്കിലും ജയദേവ് നട്ട്കട്ട് ഉണ്ട്. ടോട്ടലി ബാലൻസ്ഡ് ആണ് ടീം. നല്ല ബാലൻസ്ഡ് ടീമാ. പിന്നെ നിങ്ങളുടെ റിട്ടൻഷൻ തന്നെ ടോപ്പാണ്. വേറൊന്നും വേണ്ട. നിങ്ങൾക്ക് ആക്ച്വലി മുംബൈനെ പോലെ തന്നെ കാരണം നിങ്ങൾക്ക് ഇനി കോർ ബിൽഡ് ചെയ്യാനില്ല. നിങ്ങൾക്ക് സൈഡ് മാത്രം നോക്കാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും പ്രഷർ ഫ്രീ ആയിട്ട് നിങ്ങളുടെ ടീം അല്ലെങ്കിൽ ഓപ്ഷൻ ഇവരെ അധികം സ്പെൻഡ് ചെയ്യാതെ തന്നെ ഇവർക്ക് നല്ല 20 പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. അത് വേറെ കാര്യം. പിന്നെ അതുപോലെ നിങ്ങൾക്ക് കാവ്യമാരൻ നല്ലൊരു എന്താ പറയാ ബ്യൂട്ടി നിങ്ങൾക്കൊന്നും ഇല്ലാത്തത്. ആരെ പറ്റി അംബാനി കുറിച്ചാണ് ബുദ്ധിയില്ലെന്ന് പറയുന്നത്. അംബാനി എവിടെ കിടക്കുന്നത്? സൺ നെറ്റ്വർക്ക് എവിടെ കിടക്കുന്നത്? നിങ്ങള് അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അത് വിട്. SRH ടീം എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തിനേക്കാളും അടിപൊളിയായിട്ട് ഒന്നും കൂടി റൺ റേസേഴ്സ് ആയിട്ട് മാറുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കഴിഞ്ഞ പോലെ എങ്ങനെയാണോ ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും നിർത്തിയത്, അതിലും മനോഹരമായി ഇത്തവണ തിരിച്ചു വന്ന് ഒന്നും കൂടി അടിയോടി അടി തന്നെ തുടങ്ങട്ടെ എന്ന് ഞാൻ പറയുള്ളൂ.
ഇഷാൻ കിഷൻ എന്തായാലും ഓപ്പണിംഗ് ഇറങ്ങാൻ ചാൻസ് ഇല്ല. ഒരു ഡെത്തിൽ അല്ലെങ്കിൽ 2 ഡൗൺ 3 ഡൗൺ ആയിരിക്കും. 1 ഡൗൺ എനിക്ക് തോന്നുന്നില്ല. 1 ഡൗൺ നിതീഷ് റെഡ്ഡി ഇറങ്ങാനായിരിക്കും ചിലപ്പോൾ ചാൻസസ്. ഇഷാൻ കിഷൻ ഇറങ്ങും. 1 ഡൗൺ ഇറക്കിയില്ലെങ്കിൽ പിന്നെ ഇഷാൻ കിഷൻ അവിടെ പ്ലേയിങ് ലെവലിൽ ചാൻസ് ഇല്ല. പക്ഷേ ഇല്ല, ഇഷാൻ കിഷൻ എന്തായാലും പ്ലേയിങ്ങിലുള്ള ഉണ്ടാവും. അല്ലാതെ 1 ഡൗൺ ആണ് ഇഷാൻ കിഷൻ. എന്റെ ഒരു ഇതില് ഈ പറഞ്ഞ പോലെ ക്ലാസ്സിന് മുമ്പായിട്ട് ചിലപ്പോൾ ഇഷാൻ കിഷൻ ഇറങ്ങുമായിരിക്കും. അതിന് കീപ്പർ ക്ലാസ്സിനല്ലേ ഇരിക്കും. ഇല്ല ഇഷാൻ കിഷൻ ഉണ്ടെങ്കിൽ ഇഷാൻ കിഷൻ ആയിരിക്കും. 23 കോടിക്കെടുത്ത് അവൻ എന്തെങ്കിലും ഒരു നമ്മളൊരു ചാൻസ് കൊടുക്കൂലേ എന്തായാലും. അതെ, അല്ല ഇഷാൻ കിഷൻ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇഷാൻ കിഷൻ ആയിരിക്കും കീപ്പർ നിൽക്കുന്നത്. ഇഷാൻ കിഷൻ ഒരു സെക്കൻഡറി കീപ്പറാണ്, വലിയ കീപ്പറൊന്നും ഇല്ല. അതല്ല എനിവേസ് ഇപ്പോ ഞാൻ സൂപ്പർ ടീമാണ്, ഒന്നും പറയാനില്ല. ബാലൻസ്ഡ് ടീമാണ്. അവന്മാർക്ക് എല്ലാവരും സെറ്റാണ്. 20 കളിക്കാരെ അങ്ങോട്ട് എടുത്തിട്ടുള്ളൂ. 20 കളിക്കാരുടെ അടുത്ത് അതിൽ 7 ഫോറിനേഴ്സും കറക്റ്റാണ്. വലിച്ചു വാരി പ്ലേയേഴ്സിനെ എടുക്കത്തില്ല. പക്ഷെ എനിക്ക് മാക്സ്വെൽ വന്നുമായിരുന്നു. എനിക്ക് മാക്സ്വെലും കൂടി എന്റെ ടീമിൽ ഉണ്ടായിരുന്നെങ്കിൽ എടുത്തില്ലേ ആഡം സാമ്പയ്ക്ക് പകരം മാക്സ്വെൽ വന്നിരുന്നു. സ്പിന്നറായിട്ടാണ് ഒന്നേ. മാക്സ്വെൽ എന്തായിട്ട് ഞാൻ കടിച്ചാ മതി. അടിക്കാൻ ക്ലാസ്സിനൊക്കെ ഉണ്ടല്ലോ. അതിന്റെ കൂടെ മാക്സ്വെലും കൂടി അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, ക്ലാസൻ, അതിന്റെ കൂടെ മാക്സ്വെലും കൂടി വന്നീനാ. വാവ്. ഞാൻ പറയട്ടെ സ്ഥലം ഇല്ല ഇതില് സ്ഥലം ഇല്ല ഫാഫിനൊന്നും. പണ്ട് ചെന്നൈ 7-8 പേര് ഔട്ട് ആകുമ്പോ പിന്നെ ബാറ്റ്സ്മാൻ ഇറങ്ങിയ ടീം ആൽബി മുറക്കിൽ വരെ അടിക്കാനുണ്ടായിട്ട്. അതുപോലെ ഈ സീസണിലുള്ള ഏത് ടീമുള്ള ഇതിലുണ്ടോ? കമ്മിൻസ് വരെ അടിക്കും. പിന്നെ മുംബൈ വേണമെങ്കിൽ പറയാം, മുംബൈയിൽ അടിക്കാനാണ് മെയിൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അവര് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, അവര് എപ്പോഴും ഫസ്റ്റ് ബാറ്റിംഗ് ചൂസ് ചെയ്തിട്ട് മാക്സിമം സ്കോർ ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ IPL 200+ സ്കോർ ചെയ്യാന്ന് പറഞ്ഞ ശീലാക്കി മാറ്റിയത് SRHന്റെ എന്താ പറയാ സാധാരണ ഒരു ഇത് തന്നെ എടുത്ത് മാറ്റി എല്ലാവരും കഴിഞ്ഞ IPL മുന്നത്തെ IPL എന്ന് പറയുമ്പോൾ അത് അടിക്കുന്നത് വൺസിനെ വൈ. പക്ഷേ മെയിൻ പ്രത്യേകത ചേസ് ചെയ്ത് പിടിക്കാൻ ടീമായിരുന്നു. പക്ഷെ ഇപ്പൊ നേരെ SRHന്റെ ഒരു കാര്യം ഒരു ഇതുണ്ട്, അവര് ഫസ്റ്റ് ബാറ്റ് ചെയ്താലേ കാര്യമുള്ളൂ. സെക്കൻഡ് ചേസ് ചെയ്യാൻ കുറച്ച് പ്രഷർ തോന്നിയിട്ടുണ്ട് എനിക്ക്. ഇവള് പറഞ്ഞ പോലെ ആ ഒരു കേസ് ചേസ് ചെയ്യുമ്പോഴും SRH ആ ഒരു ഇത് കൺസിസ്റ്റൻസി കൊണ്ടുവന്നു കഴിഞ്ഞാൽ 2 വിക്കറ്റ് എടുത്താൽ മതി. പിന്നെ SRH അല്ല പിന്നുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ ഇന്ത്യയെ കളിയുമ്പോൾ ട്രാവിസ് ഹെഡിന് വേറൊരു ഹാജറാത്ത് ഉണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഭാഗ്യമുണ്ട്. ഫൈനലിലും സെമി ഫൈനലിലും കണ്ടിട്ടുണ്ടായില്ല. പക്ഷെ വേൾഡ് കപ്പിൽ ഉണ്ട്. വേൾഡ് കപ്പിൽ ഉണ്ടല്ലോ. വേൾഡ് കപ്പിൽ നിങ്ങൾ കളിച്ചു, അതുകൊണ്ടല്ലേ കപ്പ് നിങ്ങളുടെ കയ്യിലിരിക്കണേ. അതെ അതെ. പക്ഷെ വേൾഡ് കപ്പ് എത്തോളം ഞങ്ങൾ കളിച്ചു. പ്ലസ് ഓബിയസ്ലി എന്ത് പറഞ്ഞുകൊണ്ടാലും ഓപ്പണിംഗ് ആയിരിക്കും. ഈ പറഞ്ഞ പോലെ ആ ഒരു ബാറ്റ്സ്മാൻമാര് അവസാനം വരെ അടിക്കാനായിട്ട് ബാറ്റ്സ്മാൻമാരുണ്ട്. സോ നല്ല ഹൈ സ്കോറിംഗ് ആയിരിക്കും. നെഗായിട്ട് പറയുകയാണെങ്കിൽ സാംബ എന്തോരം ആ ഒരു സ്പിന്നിങ് ഡിപ്പാർട്ട്മെന്റ് ഹെൽപ്ഫുൾ ആയിട്ടുള്ളതെന്ന്. ഇപ്പോൾ സാംബ ആണെങ്കിലും രാഹുൽ ചഹർ ആണെങ്കിലും സ്പിൻ ഡിപ്പാർട്ട്മെന്റ് കുറച്ച് വീക്കാണെന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. അല്ലാണ്ട് ഇപ്പോൾ പേസ് ആണെങ്കിൽ ഇപ്പോൾ പോലും കമിൻസ് ഉണ്ട്, ഹർഷൽ പട്ടേൽ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഷമി ഉണ്ട്. സോ ഹാപ്പിയാണ്. സ്പിന്നിന് മാത്രമേ എനിക്കൊരു ഡൗട്ടുള്ളൂ. ഓളൊരു 8.5 റേറ്റിംഗ് ഞാൻ കൊടുക്കും. ലാസ്റ്റ് ടീം ബെസ്റ്റ് ടീം വിത്ത് ഓപ്ഷൻ സ്റ്റീൽ. അതെനിക്ക് അതില് മൊട്ടത്തലേനെ പറയാണ്ട്. എനിക്ക് പുള്ളിയുടെ പേര് എനിക്കറിയാൻ പാടില്ല. പുള്ളിയുടെ മെയിൻ ഇപ്പോഴല്ല കാലാകാലമായിട്ട് IPL ചെറിയൊരു കളിക്കാരനെ എടുത്തിട്ട് വലിയ പൈസ കൊടുക്കാൻ പുള്ളിയാണ് മിടുക്കൻ. പക്ഷെ പുള്ളി അങ്ങനെ കുറെ മണ്ടത്തരത്തിൽ സൈനിങ് ചെയ്ത് വെച്ചിട്ടുണ്ടായി. പക്ഷെ ഈ IPL ഓപ്ഷനിൽ അയാൾ നേരെ ബുദ്ധി ഉപയോഗിച്ചിട്ടേ ഫസ്റ്റ് ടൈം ഫുള്ള് ബുദ്ധി ഉപയോഗിച്ച് അവിടം വരെ പിടിക്കും. എടുത്തോ, അവിടം വരെ പിടിക്കും. പുള്ളി മെയിൻ ആയിട്ട് ബാക്കിയുള്ളവരുടെ പൈസ തീർക്കാൻ വേണ്ടി ട്രൈ ചെയ്ത പോലെ എനിക്ക് സെയിം. അത് ബാക്കിയുള്ളവരുടെ പൈസ എല്ലാരും ബാക്ക് പോയി. ഹർഷദീപ് സിംഗ് അതിന്റെയൊക്കെ ബാക്കിൽ അവിടം വരെ പോയി 18 കോടി ആക്കി കൊടുത്തപ്പോ സമാധാനമായി. ഏത് എന്നിട്ടാ പുള്ളി മിച്ചൽ ചാരക്കിന്റെ എടുത്തത് 11 കോടിക്ക്. സ്റ്റീലായി പോയി. KL രാഹുലിന്റെ എടുത്തത് 14 കോടിക്ക്. KL രാഹുല് ഞാനൊരു 20 വരെങ്കിലൊക്കെ പോകുന്നൊക്കെ ഞാൻ പോവാന്ന് ഞാൻ വിചാരിച്ചത്. KL രാഹുലിന് ഇത്ര ഡിമാൻഡ് ഇല്ലാണ്ടാക്കി കളഞ്ഞില്ലേ ഇയാള്. പിന്നെ ഡിമാൻഡിന്റെ ഇയാളല്ല വിളിക്കാൻ എല്ലാരും വിചാരിച്ച RCB RCB ശരിക്കും കളിച്ചിറങ്ങി അതിന്റെ ഉള്ളിൽ. പിന്നെ ജെയ്ക്ക് ഫ്രൈസ് മക്കർക്കിനാണെങ്കിലും 9 കോടിക്ക് RTM കാർഡല്ലേ. RTM ആണ്.
9 ലാഭമാണ്. പക്ഷേ ഇയാള് നല്ല പ്ലെയർ ആണ്. കഴിഞ്ഞ IPL ഒക്കെ അത്യാവശ്യം ജേക്ക് ഫ്രീസർ ജേക്ക് ഫ്രീസർ ഓപ്പണർ ആയിരുന്നല്ലോ. അല്ല ഇവര് എന്താ പറയാ എക്സ് ഫാക്ടർ ആണ് ഇവർക്കറിയാം RTM എങ്ങനെ ഉപയോഗിക്കേണ്ടത്. RCB ക്ക് അറിഞ്ഞൂടാ. അതാണ് വിൽ ജാക്സനെങ്കിലും യൂസ് ചെയ്യാറ്. സിറാജിന് യൂസ് ചെയ്യാൻ പാടില്ലായിരുന്നു. എനിക്ക് ഡൽഹി ആവശ്യം മണ്ടത്തിലിട്ട് തോന്നുന്നു മറ്റേ മുകേഷ് ശർമ്മക്ക് ഒരു 8 കോടി കൊടുത്ത് അതിന്റെ ആവശ്യം ഉണ്ടായ അത് കാരണം എന്താന്ന് വെച്ചാലേ മുകേഷ് ശർമ്മ അല്ല മുകേഷ് കുമാർ അവൻ ഇന്ത്യൻ ഫാസ്റ്റ് ബോളർ വേണമല്ലോ. എന്തായാലും 4 ഫോറിൻ പ്ലേയേഴ്സിനെ കളിക്കാൻ പറ്റുള്ളൂ. ആക്ച്വലി ബോളിംഗ് സെറ്റാണ് ഡൽഹിയുടെ. ഇപ്പൊ കുൽദീപ് യാദവും അക്ഷർ പട്ടേലും സ്പിന്നിംഗ് ഡിപ്പാർട്ട്മെന്റ് സെറ്റ്. സ്റ്റാർക്കും ഉണ്ട്, പിന്നെ വേറെ ഇതായിട്ട് അറിയാനായിട്ട് മോഹിത് ശർമ്മയുണ്ട്, നട്ടരാജൻ. അപ്പൊ ബോളിംഗ് ബോളിംഗ് ഓക്കെ, ബാറ്റിംഗോ ബാറ്റിംഗ് ആൾക്കാരുണ്ടല്ലോ. എത്രത്തോളം രാഹുൽ കൺസിസ്റ്റന്റ് ആണ്, അതിലൊരു ഡൗട്ടും ഇല്ല. രാഹുൽ മാത്രമുള്ള വിഷയം. അടിക്കാൻ ആൾക്കാരുണ്ട്. സ്ട്രൈക്ക് റേറ്റ് ഒരു വിഷയം. ഫ്രൈസർ മക്രൂക്ക്, ഹാരി ബ്രൂക്ക് അടിപ്പിച്ചു കൊടുക്കും. ഇവന് മറ്റേ വിരാട് കോഹ്ലി കാണിക്കണ പോലില്ല, ബാറ്റ് ലോങ് ആയിരിക്കും. അഭിഷേക് ബോറലാണെങ്കിലും എക്സ്പ്ലോസീവ് ആയിട്ട് തന്നെ അടിച്ചോളും. അതാ പറഞ്ഞ അപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് രാഹുൽ നടക്കുന്നുണ്ട്. സിംഗിൾ എടുത്ത് സമീർ റിസ്വി ഈ സീസണില് ഡൽഹിയാണ്, ഒരു സംശയമില്ല. അതെ അതെ 9.5 എന്തുകൊണ്ടും അർഹിക്കുന്ന ടീമാണ്. കാരണം ഓവർ സ്പെൻഡിങ് ആയിരിക്കും കൊടുത്തിട്ടില്ല. ബാലൻസ്ഡ് ആണ്, എല്ലാവർക്കും ഉണ്ട്. ഇവരിപ്പോ ഒരു SRH മുംബൈ ഒക്കെ ഒരു മാച്ച് വരുമ്പോ എത്രത്തോളം പിടിച്ചു നിക്കാൻ പറ്റുന്ന ഒരു ടീം, അതിനുള്ള ടീമുണ്ട്, ടീമുണ്ട്. എന്റെ ഡൗട്ടും കൺസേൺ എന്ന് പറഞ്ഞാൽ ഒരു ലീഡർ ഇല്ല. KL രാഹുലിന് ഒരു ക്യാമ്പിനെ മൊത്തം സ്കോഡിനെ മൊത്തം അല്ലല്ല അങ്ങനല്ല, ക്യാപ്റ്റൻസി എന്നല്ല പറയണേ, ഒരു സ്കോഡിനെ മൊത്തം എന്താ പറയാ ഒരുമിപ്പിച്ച് മോട്ടിവേറ്റ് ചെയ്ത് അങ്ങനത്തെ ഉള്ള ഡുപ്ലസി ഉണ്ട്. മാത്രം ഉണ്ട്. ഈ ഞാൻ പറയട്ടെ, ഫാഫിന്റെ കാര്യത്തില് 2 crore ബേസിക് പ്രൈസ് ആയിരുന്നു. 2 crore അതില് RTM കാണിക്കായിരുന്നു. RCBക്ക് അതെങ്കിലും വേണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ വിട്ടുടങ്ങത്. പിന്നെ അവരെങ്ങനെ മാക്സ്വെൽ കഴിഞ്ഞ ഇവന് എനിക്ക് കുഴപ്പമില്ല, 40 വയസ്സായി, ഏകദേശം ഫൈനൽ സ്റ്റേജ് ഓഫ് കരിയർ ആണ്. കാര്യമില്ല എന്ന് വിചാരിക്കുക, ഫ്യൂച്ചർ ഇല്ല. ഈ പറഞ്ഞ 3 കൊല്ലം മോക്സ് നോക്കുമ്പോഴത്തേനും RTM ഒന്നും ഉപയോഗിക്കാൻ പറ്റിയവർക്കൊന്നും ഉപയോഗിക്കാണ്ട് പിന്നെ 40 വയസ്സുള്ള ഇവന് ഉപയോഗിക്കുന്നു നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നല്ല ടീമാണ്. 9.5 നമുക്ക് കൊടുക്കാം. ബാലൻസ്ഡ് ആണ്. കളിക്കാര് ഇങ്ങനെ ലാസ്റ്റ് ആയിട്ട് വൈൻഡപ്പ് ചെയ്യാം. കപ്പ് ഞങ്ങൾക്കൊരു ചെറിയൊരു അല്ലല്ല നിക്ക് കടവും പറയണ്ട കഥയും പറയണ്ട. ഒറ്റ ക്വസ്റ്റ്യൻ ഒറ്റ ഉത്തരം. IPL 2025 ആര് കപ്പടിക്കും? ഞങ്ങൾക്കൊരു കടമുണ്ട് ബാക്കി. ഒറ്റ വാക്കിൽ ഒറ്റ ടീമിന്റെ പേര് മാത്രം പറയാന്ന് പറയണേ. കൂടുതൽ കഥ പറയണ്ടല്ലോ. അടുത്ത 2025 പറയട്ടെ 2025 IPL കപ്പ് ആരടിക്കും? ചെന്നൈ സൂപ്പർ കിങ്സ്. ആരടിക്കും? മുംബൈ ഇന്ത്യൻസ്. ആരടിക്കും? ഗുജറാത്ത്. SRH. ഇതിനുള്ള മറുപടി നിങ്ങൾക്ക് കമ്മിറ്റി തരാം. കഴിഞ്ഞില്ലേ? അടിച്ചാ മതി ഈ പറഞ്ഞവരൊക്കെ. നീ സപ്പോർട്ട് ചെയ്ത് ചെന്നൈ അല്ലേ, എന്നിട്ട് മുംബൈ പറഞ്ഞ അവള് ഹാർദിക് പാണ്ഡ്യയുടെ ലൗത്രോപ്പാണ്. എനിക്ക് ലക്നൗ അടിച്ചാലും ഡൽഹി അടിച്ചാലും കുഴപ്പമില്ല. എനിക്ക് പഞ്ചാബ് അടിച്ചാലും എനിക്കും CSK അടിച്ചാലും ഓക്കെ. സൈനിങ് ഓഫ്, ബൈ ബൈ.